പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് കുറേയധികം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അത്തരം വിഷയങ്ങളുടെ അവതരണങ്ങളുടെ ഒരു അവസാനത്തെ അവതരണം എന്ന നിലക്ക് സ്വതന്ത്ര ചിന്തയും പരിഷ്കൃത സമൂഹവും എന്ന ഒരു പൊതു ശീർഷകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്ത മിക്കവാറും എല്ലാ വിഷയങ്ങളിലും കൂടെയുള്ള ആവർത്തിച്ചുള്ള ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമല്ല ഞാൻ തന്നെ മുമ്പ് പല പ്രഭാഷണങ്ങളിലും പ്രസൻറ്റേഷനിലും നിങ്ങളോട് അവതരിപ്പിച്ചിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഈ അവതരണത്തിലും ആവർത്തിക്കാനും സാധ്യതയുണ്ട്. മുമ്പ് കേട്ടിട്ടുള്ള ആളുകൾക്ക് അത് വിരസമായി തോന്നിയേക്കാം. എങ്കിലും പുതുതായി കേൾക്കുന്ന കുറച്ച് ആളുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ചില കാര്യങ്ങളെങ്കിലും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിഷ്കൃത സമൂഹം, സ്വതന്ത്ര ചിന്ത, ഈ 2 കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ എന്താണ് പരിഷ്കൃത സമൂഹം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ബോധപൂർവമാണ് പറയുന്നത്. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന സ്വതന്ത്ര ചിന്തകർ എന്ന് കരുതുന്ന മുഴുവൻ ആളുകൾക്കും ഒരു പക്ഷേ ഞാൻ വിഭാവനം ചെയ്യുന്ന ഒരു പരിഷ്കൃത സമൂഹത്തെ അതേ അളവിൽ ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന എനിക്ക് തൊട്ടു ശേഷമുള്ള ജനറേഷനിൽപ്പെട്ട ചെറുപ്പക്കാരായ ആളുകൾക്ക് ഞാൻ വിഭാവനം ചെയ്യുന്ന പരിഷ്കൃത സമൂഹത്തെക്കാൾ കുറച്ചുകൂടി മുന്നോട്ട് കടന്ന് ചിന്തിക്കാനും സാധിക്കും. എൻ്റെ തലമുറയിൽപ്പെട്ടവർക്കോ അല്ലെങ്കിൽ എൻ്റെ മുമ്പത്തെ തലമുറയിൽപ്പെട്ടവർക്കോ ഞാൻ വിഭാവനം ചെയ്യുന്ന ഈ സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ചിന്തകൾ അല്ലെങ്കിൽ ആ സംസ്കാരം ഞാൻ ഉൾക്കൊള്ളുന്ന അളവിലോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ അളവിലോ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്നും കഴിഞ്ഞില്ലെന്നും വരാം. അപ്പോൾ ഞാൻ വിഭാവനം ചെയ്യുന്ന ഒരു സിവിലൈസ്ഡ് സമൂഹമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്തെ സെമിനാറിൽ അത് പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് മാർക്സിസ്റ്റ് ചിന്തകരുള്ള ഒരു സ്ഥലമാണ് കേരളം. മാർക്സിസം വിഭാവനം ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് സമൂഹമുണ്ട്. കമ്മ്യൂണിസം എന്നതാണ് ആ വ്യവസ്ഥയ്ക്ക് പേര് പറയുന്നത്. ആ വ്യവസ്ഥയെക്കുറിച്ച് ചില മാർക്സിസ്റ്റ് ദാർശനികരും പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങളുണ്ട്, കാവ്യാത്മകമായി പറഞ്ഞിട്ടുള്ള ചില നിർവചനങ്ങളുണ്ട്. അവരെൻ്റെ മൊഴികൾ സംഗീതമായി തോന്നും കാലം, പോലീസും ജയിലും ആവശ്യമില്ലാത്ത വിധം ഭരണകൂടങ്ങൾ കൊഴിഞ്ഞു പോകുന്ന കാലം എന്ന് വെച്ചാൽ രാജാവില്ലാത്ത കാലം അഥവാ രാജാവ് ആവശ്യമില്ലാത്ത ഒരു കാലം. അങ്ങനെയുള്ള ഒരു കാലത്തെയാണ് അങ്ങനെയുള്ള ഒരു സാമൂഹിക അവസ്ഥയെയാണ് ഞാനും പരിഷ്കൃത സമൂഹം എന്നതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ആദ്യമേ പറയാം, അങ്ങനെ ഒരു സമൂഹം ഇന്ന് ലോകത്ത് എവിടെയും 100% ഇല്ല. നമ്മുടെ സമൂഹത്തിലാകട്ടെ അതിൻ്റെ 1% പോലും ആയിട്ടും ഇല്ല. എന്നാൽ അതിൻ്റെ ഒരു 50% അല്ലെങ്കിൽ ഒരു 40% ഒക്കെ ആയിക്കഴിഞ്ഞ രാജ്യങ്ങളും സമൂഹങ്ങളും ലോകത്ത് ഉണ്ട് എന്ന യാഥാർത്ഥ്യം നൽകുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും പ്രതീക്ഷയുടെയും പിൻബലത്തിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ ഒരു സമൂഹം സാധ്യമാണോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പരിഷ്കൃത സമൂഹം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സൊസൈറ്റിയാണ്, തുറന്ന സമൂഹമാണ്. നമ്മൾ വിശ്വനാഥൻ ഡോക്ടറുടെ ക്ലാസ്സിലും അയ്യൂബ് മൗലവി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും തുറന്ന സമൂഹത്തെക്കുറിച്ചും നമ്മൾ ലക്ഷ്യം വെക്കുന്ന സമൂഹത്തിൽ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ചെറുതായി നമ്മൾ ചർച്ച ചെയ്ത് പോയി കഴിഞ്ഞു. തുറന്ന സമൂഹം എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണമെങ്കിൽ അടഞ്ഞ സമൂഹം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇത് പറയാൻ പറ്റും. നമ്മുടെ അടഞ്ഞ സമൂഹം വളരെ ലളിതമായി ഒരു ചാർട്ട് വരച്ചതാണ്. ഇത്ര ലളിതമല്ല കാര്യങ്ങൾ. ഇതിനകത്ത് വ്യക്തിക്ക് ചുറ്റും കുടുംബം എന്ന ഒരു ചെറിയ സ്വത്വം,
കുടുംബം എന്ന സ്വത്വത്തിന് ചുറ്റും ഗോത്രം എന്ന ഗോത്ര സ്വഭാവമുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഗോത്രം എന്ന് പറഞ്ഞത്. പണ്ടത്തെ കാലത്തെ ഗോത്രം ഇന്നില്ല, പക്ഷേ ഇന്ന് പുതിയ ഗോത്രങ്ങൾ ഒരുപാടുണ്ട്. ഗോത്രം, ആ ഗോത്രത്തിനും പുറത്ത് സമുദായം. സമുദായം എന്ന് പറയുമ്പോൾ തന്നെ അതിന് മതവും ജാതിയും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട സംഗതികളുണ്ട്. അതിൻ്റെ ഒക്കെ പുറത്ത് മതിലുകൾക്ക് ഇല്ലാതെ കിടക്കുന്ന ഒരു തുറന്ന സമൂഹവും കിടപ്പുണ്ട്. അപ്പോൾ വ്യക്തിക്ക് ചുറ്റുമുള്ള ഈ മതിലുകളെ മുഴുവൻ തകർത്ത് കഴിഞ്ഞെങ്കിലേ ഓപ്പൺ സൊസൈറ്റി സാധ്യമാവും. അതിൽ കുറേ എണ്ണമൊക്കെ നമ്മൾ തകർത്തു എന്ന് സങ്കല്പിച്ചാലും അവസാനം ബാക്കി നിൽക്കുന്ന മതിലുകളാണ് വ്യക്തി, കുടുംബം, പിന്നെ അടഞ്ഞ സമൂഹം എന്നുള്ള. നമുക്ക് ഇത്രയും ഇതിലേക്ക് വരാം. വ്യക്തി, സമൂഹം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഓപ്പൺ സൊസൈറ്റിയിൽ ഇത് രണ്ടുമാണ് പ്രബലമായിട്ട് നിലനിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സ്വത്വങ്ങളും നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ അലിഞ്ഞു പോയി കഴിഞ്ഞു. എല്ലാം ഭാവനയിലാണ് കേട്ടോ, പ്രയോഗത്തിൽ എവിടെയും ആയിട്ടില്ല. അതിൻ്റെ അടുത്തേക്ക് ചില സമൂഹങ്ങൾ പുരോഗമിക്കുന്നത് കാണുമ്പോഴുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് പറയുന്നത്. ഞാൻ മുൻകൂറായി പറയുന്നു. അതാണ് നമ്മൾ സ്വതന്ത്ര ലോകം എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മൾ ഈ പേര് നമ്മളുടെ എല്ലാ വർഷവും നടക്കുന്ന വലിയൊരുനാൾ പോലെ ആവർത്തിക്കുന്ന സെമിനാറിന് ഈ പേര് കൊടുക്കാനുള്ള കാരണം നമ്മൾ വിഭാവനം ചെയ്യുന്ന ആ ഒരു സമൂഹത്തെ, ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ലോകം, മനുഷ്യ സമൂഹം അതിൻ്റെ ചരിത്ര പന്ഥാവിൽ ഒരു നിർണായകമായ ട്രാൻസിഷൻ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഗോത്ര സമൂഹത്തിൽ നിന്ന്, ഗോത്രീയതയിൽ നിന്ന് തുറന്ന സമൂഹത്തിലേക്കുള്ള യാത്രയുടെ ആരംഭ ദശയിലാണ് ആകെ മൊത്തം ലോകം ഇന്ന് നിൽക്കുന്നത്. പക്ഷെ ചില സമൂഹങ്ങളിൽ ആ യാത്ര വളരെ ചെറുതായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ചില സമൂഹങ്ങൾ ആ യാത്ര കുറച്ച് ദൂരം പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഗോത്ര സമൂഹത്തിൽ നിന്നും തുറന്ന സമൂഹത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന, പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിർണായക കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരു ഓപ്പൺ സൊസൈറ്റിയിൽ സമൂഹവും വ്യക്തിയും തമ്മിലാണ് വ്യാവഹാരിക പാരസ്പര്യം നിലകൊള്ളുന്നത്. ഇവിടെ അയ്യൂബിൻ്റെ അവതരണത്തിന് ശേഷം സദസ്സിൽ നിന്ന് വന്ന ചില ചോദ്യങ്ങളും എനിക്ക് ഇന്ന് രാവിലെ അഡ്വാൻസായിട്ട് എഴുതി കിട്ടിയ ഒരു ചോദ്യമുണ്ട്. ഞാൻ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസായിട്ട് എനിക്ക് ഒരാളൊരു ചോദ്യം എഴുതി തന്നിട്ടുണ്ട്. ആ ചോദ്യത്തിലും ഒക്കെ വളരെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യം ഇതാണ്: മതം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മതം പോലെയുള്ള ഈ പറയുന്ന മതിൽക്കെട്ടുകളും നിയന്ത്രണങ്ങളും, ഞാൻ രാജാവില്ലാത്ത ലോകം എന്നാണ് പറഞ്ഞത്, രാജാവില്ലെങ്കിൽ, പോലീസില്ലെങ്കിൽ, ജയിലില്ലെങ്കിൽ, കോടതിയില്ലെങ്കിൽ, സർവോപരി പടച്ചതമ്പുരാനില്ലെങ്കിൽ പിന്നെന്താ എന്തും ആവാലോ. പിന്നെ വ്യക്തിക്ക് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാലോ. അങ്ങനെ ജീവിക്കുന്നതിൽ യാതൊരു ധാർമ്മികതയും ആവശ്യമില്ലല്ലോ. ഇത് മതവിശ്വാസികളെല്ലാം അവരുടെ മാസ്റ്റർ പീസ് ചോദ്യമായിട്ട് എപ്പോഴും പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന സാധനമാണ്. യുക്തിവാദികളുടെ നേരെ എട്ടക്കിടക്കിങ്ങനെ എയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമ്പ് എന്ന് അവർ കരുതുന്ന ഒരമ്പ്. അവിടെയാണ് വ്യക്തിയും സമൂഹവും തമ്മിലുള്ള പാരസ്പര്യത്തിലേക്ക്. സമൂഹവും വ്യക്തിയും മാത്രമുള്ള ഒരു ഓപ്പൺ സൊസൈറ്റിയിൽ വ്യക്തി സർവതന്ത്ര സ്വതന്ത്രനാണോ? അല്ല എന്ന് അയ്യൂബ് മൗലവിയുടെ പ്രസൻറ്റേഷനിൽ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറയുന്നുണ്ട്. തുറന്ന സമൂഹത്തിലേക്കുള്ള യാത്രയുടെ ദാർശനികമായ ആരംഭം കുറിച്ച 18-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ദാർശനിക നായകരായിട്ടുള്ള ചിന്തകര്, വോൾട്ടേറിനെ പോലുള്ള ചിന്തകര് അത് വളരെ കൃത്യമായിട്ട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേർ പറഞ്ഞെന്താ? നിങ്ങൾക്ക് കൈവീശാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആ സ്വാതന്ത്ര്യം അപരൻ്റെ മൂക്കിൻ്റെ തുഞ്ചത്ത് പരിമിതപ്പെടുന്നു. അവിടെയാണ്
ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സാമൂഹിക ജീവിയായ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എവിടെയാണ് പരിമിതപ്പെടുന്നത്? ആ സ്വാതന്ത്ര്യം അപരൻ്റെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നിടത്ത് അത് പരിമിതപ്പെടേണ്ടതുണ്ട്. അത്രേ സ്വാതന്ത്ര്യമുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് പരമാവധി എത്ര സ്വാതന്ത്ര്യം നൽകാം, അല്ലെങ്കിൽ ഒരു പരമാവധി എത്ര സ്വാതന്ത്ര്യം എടുക്കാം, അതിൻ്റെ പരമാവധി സ്വാതന്ത്ര്യം വ്യക്തിക്ക് അനുവദിക്കുകയും മിനിമം ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്, സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക്, സമൂഹത്തിലെ എല്ലാ വ്യക്തികളുടെയും സന്തോഷകരവും സമാധാനപരവുമായ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള അത്രയും അളവിൽ മാത്രമേ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തേണ്ടതുള്ളൂ എന്നതാണ് ഓപ്പൺ സൊസൈറ്റിയുടെ കാഴ്ചപ്പാട്. അപ്പോൾ പരിമിതികളില്ലാത്ത സ്വാതന്ത്ര്യമല്ല, എന്നാൽ അനേകം മതിൽക്കെട്ടുകളിൽ കുടുക്കിയിട്ട് ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത അവസ്ഥയുമല്ല. ആ രണ്ട് അവസ്ഥയ്ക്കും ഇടയിലുള്ള മനുഷ്യ സമൂഹത്തിന് സാധ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സാമൂഹിക വ്യക്തി ബന്ധത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് ഓപ്പൺ സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ വ്യക്തി സമൂഹത്തിനും സമൂഹം വ്യക്തിക്കും പരസ്പരം നൽകേണ്ട ഏറ്റവും മിനിമം മര്യാദകൾ, കാര്യങ്ങൾ എന്താണ്? വ്യക്തി സമൂഹത്തിന് നൽകേണ്ടത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആയി സമൂഹം പൊതുവിൽ തയ്യാറാക്കി വച്ചിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും മര്യാദകളും സ്വമേധയാ പാലിച്ചുകൊണ്ട് സമൂഹത്തോട് വ്യക്തി അയാളുടെ ഉത്തരവാദിത്വം നിറവേറ്റുക. തിരിച്ച് സമൂഹം വ്യക്തിക്ക് നൽകേണ്ടത് വ്യക്തിക്ക് നൽകാവുന്നതിൻ്റെ പരമാവധി സ്വാതന്ത്ര്യം നൽകുക, വ്യക്തിക്ക് സമൂഹം സുരക്ഷിതത്വം നൽകുക, വ്യക്തിക്ക് സമൂഹം നീതി ഉറപ്പാക്കുക. അപ്പം നീതിയും സ്വാതന്ത്ര്യവും സുരക്ഷയും വ്യക്തികൾക്ക് ഉറപ്പുവരുത്തുക എന്നത് സമൂഹത്തിൻ്റെ പൊതുവായ ഉത്തരവാദിത്തമാണ്. തിരിച്ച് വ്യക്തി സമൂഹം അതിനുവേണ്ടി തയ്യാറാക്കി പ്രാവർത്തികമാക്കിയിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും മര്യാദകളും യാതൊരു നിർബന്ധവും കൂടാതെ, യാതൊരു ഭയവും കൂടാതെ, യാതൊരു പ്രലോഭനങ്ങളും കൂടാതെ സ്വമേധയാ അതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിന് നൽകുക. ഇത് രണ്ടും സാധ്യമാണെങ്കിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന അന്യൻ്റെ വാക്കുകൾ സംഗീതമായി തോന്നുന്ന ഒരു കാലം നമുക്ക് സാധ്യമാക്കാം. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എത്രത്തോളം സമൂഹത്തിൻ്റെ നിലനിൽപ്പിനോ സുസ്ഥിതിക്കോ പുരോഗതിക്കോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു തടസ്സമാകാത്തിടത്തോളം ഒരു വ്യക്തിക്ക് എത്രത്തോളം അയാളുടെ ജീവിതം ആസ്വാദ്യകരമാക്കാം അത്രത്തോളം അയാൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും സമൂഹം ഉറപ്പു നൽകേണ്ടതുണ്ട്. അവിടെ മുഴുവൻ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല, അതിൽ വളരെ കുറച്ച് ലിസ്റ്റ് ചെയ്താൽ ബാക്കി നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം അതിൽ പ്രധാനപ്പെട്ടതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ വ്യക്തികൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായങ്ങളെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം പരമപ്രധാനമാണ്. നമുക്കൊക്കെ എപ്പോഴും നിഷേധിക്കപ്പെടുന്നത് അതാണ്. വിശ്വസിക്കാനും അവിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് നമുക്ക് വളരെ ഭീകരമായി നിഷേധിക്കപ്പെടുന്ന മറ്റൊരു സംഗതി. നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ലൈംഗിക സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് വ്യക്തികൾക്ക് കിട്ടേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ഓപ്പൺ സൊസൈറ്റിയിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം ആവിഷ്കരിക്കേണ്ടി വരില്ല. വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു ചിത്രവും നമുക്ക് കാണേണ്ടി വരില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സമയക്കുറവ് വേണ്ട. ഇങ്ങനെ ഒരു ചിത്രത്തെക്കുറിച്ച് അന്ന് നമുക്ക് സങ്കല്പിക്കുക പോലും ചെയ്യേണ്ടി വരില്ല. ഇങ്ങനെ ഒരു വാർത്ത പത്രത്തിൽ വരേണ്ട യാതൊരു കാര്യവും ഉണ്ടാവില്ല. 8 ലക്ഷം രൂപ 7 ലക്ഷം രൂപ നമ്മളെല്ലാവരും പിരിവെടുത്ത് ഒരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥയും ഉണ്ടാകുമായിരുന്നില്ല. റഫീഖിൻ്റെ ചിത്രമാണത്, കൂടുതൽ ഞാൻ പറയുന്നില്ല. സുരക്ഷിതവും സ്വതന്ത്രവുമായ ജീവിതം സാധ്യമാണോ? പോലീസും സദാചാര പോലീസും ഇല്ലാത്ത ഒരു ലോകം സാധ്യമാണോ? അതിലെ പോലീസിനേക്കാൾ ഇന്ന് നമുക്ക് ഭയം സദാചാര പോലീസാണ്.
ബൈബിളിൽ തന്നെ പറയുന്നു, സാമൂഹിക നീതിയുടെ അല്ലെങ്കിൽ സാമൂഹിക ധാർമ്മികതയുടെ അടിസ്ഥാനപരമായൊരു സങ്കല്പം ഇതാണ്: മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. ഇതിൽ കൂടുതലായിട്ട് ഒന്നും അതേക്കുറിച്ച് നമുക്ക് പറയാനില്ല. നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കണം. ശിക്ഷാഭയം കൊണ്ടോ പ്രതിഫലം മോഹിച്ചോ മാത്രം സാമൂഹിക നിയമങ്ങൾ അനുസരിക്കുക എന്നത് പ്രാകൃത ഗോത്രീയ സദാചാരമാണ്. അപരിഷ്കൃത മനുഷ്യൻ്റെ, ഒരു സംസ്കരിക്കപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യൻ്റെ ധാർമ്മികതയാണ് പോലീസിനെ പേടിച്ചിട്ടും കോടതിയെ പേടിച്ചിട്ടും വലിയ പോലീസുകാരനെ പേടിച്ചിട്ടും നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക, ശിക്ഷ പേടിച്ചിട്ട് മാത്രം നമ്മൾ തെറ്റുകൾ ചെയ്യാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നല്ല ഹൂറികളെ കിട്ടും അല്ലെങ്കിൽ നമുക്ക് നല്ല സ്കോച്ച് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം നന്മകൾ ചെയ്യുക എന്ന അവസ്ഥ ഗോത്രീയ കാലത്തെ അപരിഷ്കൃത മനുഷ്യർക്ക് മാത്രം വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സങ്കല്പമാണ്. ഏതുപോലെ വളർച്ചയെത്തിയിട്ടില്ലാത്ത ഒരു കുട്ടിയെ നമ്മൾ സാധാരണ അച്ഛനമ്മമാർ ഈ പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യിക്കാറുള്ളത്. മരുന്ന് കഴിക്കാൻ ഒരു കുട്ടി വിസമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ കോത്താമ്പി വരും കഴിച്ചാളാ എന്ന് പറയും, അല്ലെങ്കിൽ ബലൂണ് വാങ്ങിത്തരും പപ്പ വരുമ്പോൾ ഇത് കുടിച്ചാളാ എന്ന് പറയും. അപ്പോൾ ഈ ബലൂണും കോത്താമ്പിയും പ്രയോഗിക്കുന്നത് ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ രോഗം മാറുമെന്ന് സ്വമേധയാ തിരിച്ചറിഞ്ഞിട്ട് മരുന്ന് കഴിക്കാനുള്ള പ്രായം കുട്ടിക്ക് ആയിട്ടില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇത് പ്രായമായ ഒരു 15 വയസ്സായ കുട്ടിക്കാണെങ്കിൽ കോത്താമ്പിയും പ്രയോഗിക്കേണ്ട, ബലൂണും പ്രയോഗിക്കേണ്ട, മോനെ നിനക്ക് ഇന്ന അസുഖം ഉണ്ട് അല്ലെങ്കിൽ മോളെ ഇന്ന അസുഖം ഉണ്ട്, ഈ മരുന്ന് കഴിച്ചാൽ ഇത്ര ദിവസം കൊണ്ട് നിൻ്റെ അസുഖം മാറും, നിൻ്റെ മോളെ അസുഖം മാറണ്ടേ എന്ന് ചോദിച്ചാൽ കുട്ടിക്ക് കാര്യം മനസ്സിലാവും. കുട്ടി കുറച്ച് കയ്പുള്ള ഗുളികയാണെങ്കിലും കുടിക്കും. സമൂഹം ഈ കുട്ടിയെപ്പോലെ സാമൂഹികമായ ധാർമ്മികതയുടെ അടിസ്ഥാന ആവശ്യകത മനസ്സിലാക്കുന്നതിന് പ്രായവും പക്വതയും ആയിട്ടില്ലാത്ത ഗോത്രകാലത്ത് ഗോത്രത്തലവന്മാർ അവരുടെ ഡിക്റ്റേറ്റർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഗോത്രത്തിൻ്റെ നിയമങ്ങൾ അനുസരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളിലാണ് കോത്താമ്പി കടന്നു വരുന്നത്. അതാണ് ദൈവം, അതാണ് നരകം, അവിടെയാണ് ബലൂണും മിഠായും കടന്നു വരുന്നത്, അതാണ് ഹൂറി, അതാണ് കള്ള്. നമ്മുടെ സമൂഹത്തിൽ അവകാശങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിലെ സാമാന്യ ജനങ്ങൾക്ക് അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഓരോരുത്തർക്കും കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടാണ്, എന്തൊക്കെ കുലുമാല് കാണിച്ചിട്ടാണ് നേടിയെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മലയാളി സമൂഹത്തിന് നല്ല കൃത്യമായ ബോധമുണ്ട്. പക്ഷേ അതിൻ്റെ പകുതിയാണ്, അതേ അളവിൽ തന്നെ അതിൻ്റെ മറുഭാഗത്തുള്ളൊരു സംഗതിയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ. ആരോടാണ് നമുക്ക് കടമകളുള്ളത്? നമ്മളോടല്ല, നമ്മളൊഴികെയുള്ള മറ്റെല്ലാവരും ഉൾക്കൊള്ളുന്ന സമൂഹത്തോടാണ് നമുക്ക് ഉത്തരവാദിത്തമുള്ളത്, കടമകളുള്ളത്. അതിനെക്കുറിച്ച് മലയാളികളുടെ ബോധ്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന കാഴ്ചകളും നിങ്ങൾ തന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ആലോചിക്കാം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വാർത്താ ചാനലുകളിൽ വരുന്ന ഒരു വാർത്ത, കുട്ടികൾക്ക് യുവജനോത്സവങ്ങളിൽ സമ്മാനം കിട്ടുന്നതിന് വേണ്ടി അവിടുത്തെ വിധികർത്താക്കൾ കൈക്കൂലി ചോദിച്ച് വാങ്ങുന്നതിൻ്റെ വാർത്തയാണ്. 1,00,000 രൂപ തന്നാൽ എ ഗ്രേഡ് തരാം, 50,000 ഉറുപ്പ്യ തന്നാൽ ബി ഗ്രേഡ് തരാം, 1,00,000 രൂപ കൂടി തന്നാൽ നിന്നെക്കാൾ ഫസ്റ്റ് കിട്ടാൻ സാധ്യത ഉള്ള കുട്ടിയെ ഞാൻ ചവിട്ടി പുറത്താക്കി തരാം, അങ്ങനെ 2,00,000 തന്നാൽ നിനക്ക് ഫസ്റ്റ് മറ്റേയാളെ പുറത്താക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഓഫറുകൾ ആരാണ്? ഇത് കലാരംഗത്താണ്. നിങ്ങൾ ആലോചിച്ചോക്കുക, കല എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ്റെ സൗന്ദര്യാത്മകതയുടെ, നമ്മുടെ ജീവിതം സന്തോഷവും സൗന്ദര്യവും ഉണ്ടാക്കുന്ന സംഗതികളാണ് കല. ഈ കലാമത്സര രംഗത്ത് സ്കൂൾ കുട്ടികളെയാണ് രക്ഷിതാക്കളും ഈ ജഡ്ജസായിട്ട് വരുന്ന ആളുകളും കൂടി ചേർന്ന് ഈ കച്ചവടം നടത്തുന്നത്. ഇവിടെ ഈ കച്ചവടത്തിലുള്ള ഏറ്റവും വലിയ അനീതി ഇവിടെ കൈക്കൂലി കൊടുക്കുന്നു എന്നതോ സമ്മാനം വാങ്ങുന്നതോ അല്ല, മറിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകുന്ന സാമൂഹിക വിരുദ്ധമായ നീതിബോധമാണ്.
ഇങ്ങനെ കൈക്കൂലി കൊടുത്ത് അച്ഛൻ തനിക്ക് ഒരു സമ്മാനം, ഒരു എ ഗ്രേഡ് വാങ്ങി തന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു കുട്ടിക്ക് ജന്മത്തിലെ സമൂഹത്തോട് എന്ത് ഉത്തരവാദിത്വം ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ചോ, എന്ത് നീതിബോധം ഉണ്ടാവും? ഇതാണ് നമ്മുടെ സമൂഹം. ഇവിടെ പൊതുമുതൽ, നമ്മുടെ തന്നെ, ഇത് KSRTC ബസ്സല്ല എങ്കിലും ഞാനൊരു ചിത്രം കണ്ടപ്പെടുത്തുന്നുള്ളൂ. പൊതുമുതൽ എറിഞ്ഞ് തകർത്തുകൊണ്ടാണ് നമ്മൾ ആ പൊതുമുതലിൽ നിന്ന് നമുക്കുള്ള അവകാശങ്ങൾ ചോദിക്കുന്നത്. ഈ പൊതുമുതൽ നമ്മളെ തന്നെയാണ്. അവിടെ നമുക്ക് യാതൊരു പ്രയാസവുമില്ല, അവകാശങ്ങൾ കിട്ടുക. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ നേരെ വിപരീതമായ സാമൂഹ്യ വിരുദ്ധ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്. എല്ലാ രംഗത്തും അഴിമതിയാണ്. അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയെ കുറ്റം പറയാം, മന്ത്രിമാരെ കുറ്റം പറയാം, KM മാണിയെ കുറ്റം പറയാം, ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയാം. നമ്മളെല്ലാവരും മിടുക്കന്മാരാണ്. പറയാനുള്ള അർഹത സ്വയമുള്ളവർ എത്ര പേരുണ്ട് എന്ന് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നോക്കി എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നമുക്ക് ആർക്കും അതിനുള്ള യോഗ്യത ഉണ്ടാവില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു സർക്കാർ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനത്തിൽ നിന്നോ നമുക്ക് നമ്മുടേതായ, നമ്മുടെ വ്യക്തിപരമായ കുടുംബപരമായ ഒരു ആവശ്യം വന്നാൽ നമ്മൾ ക്രമപ്രകാരം, ചട്ടപ്രകാരം അത് നേടാനുള്ള വഴികളെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന എത്ര പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്? നമ്മൾ ആദ്യം എന്താ ചെയ്യുക? അത് ഏത് ഓഫീസിൽ നിന്നാണോ കിട്ടേണ്ടത് ആ ഓഫീസിൽ നമുക്ക് പിടിപാടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതല്ലെങ്കിൽ അവിടെ പിടിപാടുള്ള ആരെങ്കിലും നമുക്ക് ബന്ധമുള്ള വേറെ, അതായത് രണ്ടാമത്തെ തോട്ടി ഏച്ച് കെട്ടാനുണ്ടോ എന്ന് നോക്കും. അത് രണ്ടുമില്ലെങ്കിൽ പിന്നെ നമ്മൾ വോട്ട് ചെയ്യണ നമ്മളെ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിയുടെ ഓഫീസിൽ പോയി പറഞ്ഞിട്ട് ആ പാർട്ടി മുഖേന നമുക്ക് ഈ കാര്യം സാധിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കും. അങ്ങനെയൊക്കെ കുറുക്ക് വഴിയിലൂടെ അവനവൻ്റെ കാര്യം നേടുക എന്നത് നമ്മുടെ ഓരോ വ്യക്തിയുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും പൊതു സംസ്കാരമായി നമ്മളെല്ലാവരും ഉൾക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഉദ്യോഗസ്ഥൻ അഴിമതി ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നാട്ടിൽ മുഴുവൻ ആളുകൾക്കും സൂക്കടാണെങ്കിൽ അവിടെ മരുന്ന് ഷാപ്പും ഡോക്ടറും ഇത് ആസ്പത്രിയൊക്കെ വരും. നാട്ടിൽ മുഴുവൻ അന്ധവിശ്വാസികളാണെങ്കിൽ അവിടെ ജ്യോത്സ്യനും തങ്ങളും മന്ത്രിച്ചൂതാനും ഒക്കെ വരും. ഇതൊന്നും സമൂഹത്തിലില്ലെങ്കിൽ ഇവർക്കൊന്നും അവിടെ കച്ചവടം നടക്കില്ല. നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ അഴിമതിയിലൂടെ സ്വന്തം കാര്യം നേടാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അഴിമതിക്കാരാവും, രാഷ്ട്രീയക്കാർ അഴിമതിക്കാരായേ മതിയാവും. കാരണം നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നിലനിൽപ്പ് ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരെ പോലീസ് കേസിൽ നിന്ന് രക്ഷിച്ചു കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക, അങ്ങനെ 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 വളഞ്ഞ വഴിയിലൂടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നമ്മൾ അങ്ങോട്ട് സഹായിച്ചാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങോട്ടും സഹായിക്കും. അങ്ങനെയുള്ള ഒരു പാരസ്പര്യമാണ് രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും തമ്മിലുള്ളതെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അഴിമതിക്കാരാണ് എന്ന് പറയാൻ നമുക്ക് എന്താ അർഹതയുള്ളത്? അപ്പോൾ അഴിമതി ഒരു സംസ്കാരമായി വളർത്തിയെടുത്ത ഒരു ജനതയ്ക്ക് അവകാശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ നീതിയെക്കുറിച്ചോ ഒന്നും സംസാരിക്കാനോ മറ്റുള്ളവരുടെ അഴിമതിയെ കുറ്റപ്പെടുത്താനോ അർഹതയില്ല. അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ പൊതുമുതൽ നശിപ്പിക്കുന്നതിനും മോഷ്ടിക്കുന്നതും ഒരു തിന്മയായി നമ്മൾ കാണുന്നേയില്ല. നിങ്ങളെ വീട്ടിലൊരു കള്ളൻ കയറി വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെറിയ എന്തെങ്കിലും സാധനം, ചിലപ്പോൾ മുറ്റത്ത് നിങ്ങൾ തേങ്ങ ഇട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നൊരു 4 തേങ്ങ ഒരു കള്ളൻ കൊണ്ടുപോയാൽ നിങ്ങൾ കണ്ണുപ്പെട്ട് അയാളെ പിടിച്ച് കയ്യും കാലും തല്ലി ഒടിക്കും. 4 തേങ്ങയെ കൊണ്ടുപോയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട മറയൂരിലെ ചന്ദന കാട്ടിൽ നിന്ന് 1000 കോടി ഉറുപ്പികയുടെ ചന്ദനം ഒരാൾ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ആ കട്ടുകൊണ്ട് പോയ ആൾ 1000 കോടി ഉറുപ്പ്യക്ക് കട്ടുകൊണ്ട് പോയിട്ട് അതിൽ നിന്ന് അയാൾ ഒരു 10,000 ഉറുപ്പ്യൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വന്നാൽ പിന്നെ പറയും വേണ്ട, അയാൾ നമുക്ക് ദൈവം. നമ്മളെ മുതൽ 1000 കോടി കട്ടുകൊണ്ടുപോയിട്ട് അതിന്നൊരു 10,000 ഉറുപ്പ്യക്ക് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയാൽ നമുക്ക് അയാളെ ബഹുമാനാണ്, നമുക്ക് അയാളെ ദൈവതുല്യനാണ്. അതേസമയത്ത് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു തേങ്ങ കട്ടുകൊണ്ടുപോയി ഒരു കള്ളനെ കിട്ടിയാൽ നമ്മൾ അയാളെ കൈയും കാലും അടിച്ചൊടിക്കും. നമ്മുടെ നീതിബോധത്തിൻ്റെയും സാമൂഹ്യ ബോധത്തിൻ്റെയും വൈചിത്ര്യമാണ് ഞാൻ സൂചിപ്പിക്കും. പ്രതിരോധ വകുപ്പ്, ദേശീയത പറയുന്ന അതൊക്കെ പറയണല്ലോ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും ഞാൻ പറയും, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പ് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ സുതാര്യത ഇല്ലാത്ത അക്കൗണ്ടാണ്, ആർക്കും ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത. അവിടെ നടക്കുന്ന അഴിമതി എത്രയാ! അവിടെ പീരങ്കി വാങ്ങി, ബോഫോഴ്സ് പീരങ്കി അഴിമതി നമുക്കറിയാം. പീരങ്കി വാങ്ങി, ഹെലികോപ്റ്റർ വാങ്ങി, വിമാനം വാങ്ങി,
കോടാനക്കോടി രൂപയുടെ ആയുധങ്ങൾ കാലഹരണപ്പെട്ട മറ്റ് രാജ്യക്കാർ ആക്രിക്കടയിൽ തള്ളിയ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇന്ത്യൻ നേവിയുടെ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എത്ര വിമാനങ്ങളാണ് കഴിഞ്ഞ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തകർന്നു വീണത് വെറും മെക്കാനിക്കൽ കംപ്ലൈൻ്റ് കൊണ്ട്. എന്താ കാരണം? ഇതിൻ്റെയൊക്കെ കച്ചവടത്തിൽ കോടികൾ അഴിമതി അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും നടത്തുന്നു. നമുക്കാർക്കും അവിടെ നമുക്ക് രാജ്യരക്ഷയെക്കുറിച്ചുള്ള ബേജാറൊന്നും ഇല്ല. അതാണ് ഇപ്പോൾ 10-ാം കോടൊക്കെ നടന്നതിൻ്റെ പിന്നിലുള്ളത്. അതിൻ്റെ ഉള്ളിലും ചാരന്മാരാണ്. കാരണം അവിടുന്ന് പാകിസ്ഥാനിന് കാശ് കിട്ടിയാൽ നമുക്ക് അത് മതി. എന്ത് ഇന്ത്യ, കാശ് കിട്ടിയാൽ നമുക്ക് എന്ത് ഇന്ത്യ. അതോടെ എന്തിന് എല്ലാത്തിൻ്റെ അവസാന പരിഹാരം തേടി നമ്മൾ പോകുന്ന സ്ഥലമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യറി. ജുഡീഷ്യറിയിൽ പോലും, ജുഡീഷ്യറിയുടെ തുലാസിൽ പോലും കനം തൂങ്ങുന്നത് നോട്ടുകെട്ടുകൾക്കാണ് എന്ന് നമ്മളല്ല പറയുന്നത്, ജുഡീഷ്യറിക്കകത്തുണ്ടായിരുന്ന മനുഷ്യനാണ് കഡ്ജുവ പറയുന്നത്. കാർപ്പറ്റ് വാങ്ങിയതിന് 50 ലക്ഷം കട്ട സുപ്രീം കോടതി ജസ്റ്റിസിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടതാണ്. പിന്നെ നമ്മൾ ഈ സമൂഹത്തിൽ എവിടെയാണ് നീതി, എവിടെ നമുക്ക് നീതി പ്രതീക്ഷിക്കുക? ഇതൊന്നുമല്ല നമ്മൾ വിഭാവനം ചെയ്യുന്ന ഓപ്പൺ സൊസൈറ്റിയിലെ പൗരബോധം എന്ന് പറയുന്നത്. ആ പൗരബോധത്തിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറയുന്നത്. റെസ്പെക്റ്റ് ആൻഡ് ഒബേ ലോസ്, നിയമങ്ങളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നമ്മൾ അവകാശങ്ങളെയും പൊതുമുതലും ഒക്കെ നമ്മൾ മാനിക്കുക. എല്ലാവർക്കും തുല്യമായ ഓപ്പർച്യൂണിറ്റി, അതിൽ വിശ്വസിക്കുക. വ്യക്തികളുടെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുക. ഗവൺമെൻറ്റിൽ നമ്മളും ആക്റ്റീവ് പാർട്ടാവുക. എന്താ ഗവൺമെൻറ്റിൽ ആക്റ്റീവ് പാർട്ടാവുക എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സാമൂഹികമായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളിലും ഒരു പൗരൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും നിർവഹിക്കാൻ നമ്മുടെ പൊതു സംവിധാനവുമായി സഹകരിക്കുന്നതിനാണ് ഗവൺമെൻറ്റിൽ നമ്മൾ പാർട്ടാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചില ചട്ടങ്ങളും മര്യാദകളും പാലിക്കേണ്ടി വരും. ആ മര്യാദകളുടെ ഒരു പ്രതീകം എന്ന നിലക്കാണ് ഞാൻ ഈ ക്യൂവിൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ളത്. എന്താ ക്യൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ ബിവറേജിൽ പോയിട്ട് നല്ല മര്യാദക്ക് ക്യൂ നിൽക്കും എല്ലാവരും. നമ്മൾ വേറെ എവിടെയും ക്യൂ നിൽക്കുന്നില്ല. ബിവറേജിലാണെങ്കിൽ എല്ലാവരും അവിടെ ജാതിയും മതവും പ്രശ്നവും സ്വത്വബോധങ്ങളൊന്നുമില്ല. അവിടെ കള്ള് കിട്ടുന്നത് വരെ ഒറ്റ സ്വത്വബോധമുള്ളൂ. ഒരു അഴിമതിയും കാണിക്കാതെ ക്ഷമയോടുകൂടി എത്ര മണിക്കൂർ വേണമെങ്കിൽ നിൽക്കും. അതുപോലെ ശബരിമല അയ്യപ്പനെ ദർശിക്കാൻ 18 മണിക്കൂറാണ് ക്യൂ നിൽക്കുന്നത്. 18 മണിക്കൂർ ക്യൂ നിന്നിട്ട് 200-300 ആൾക്കാർ ബോധം കെട്ട് ആസ്പത്രിക്ക് കൊണ്ടുപോവുക, കയ്യും കാലും ഒടിഞ്ഞ് കൊണ്ടുപോവുക. പ്രശ്നമില്ല. പക്ഷേ ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ചെറിയൊരു നിസ്സാര കാര്യം, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ക്യൂവിൽ നിൽക്കുന്നില്ല. നമ്മൾ വളഞ്ഞ വഴി കൂടെ എങ്ങനെയെങ്കിലും അവനവൻ കാര്യം നേടാൻ ശ്രമിക്കുന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. നമ്മളൊരു റോഡ്, ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ കാരണം ഇത് പലയിടത്തും ആവർത്തിച്ചതാണ്. ഇത് ഇന്ന് കേരളത്തിലെ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും ഏറ്റവും ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു സാമൂഹ്യ പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ റോഡ് നിയമങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നമ്മൾ റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിൽ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിൽ നമ്മുടെ സമൂഹം എത്രത്തോളം പ്രാകൃതരാണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയ റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് നോക്കിയാൽ മതി. അതിലെ പോകുന്ന വാഹനങ്ങളും ആ റോഡിൽ കൂടെ നടക്കുന്ന യാത്രക്കാരും ആ റോഡ് ക്രോസ് ചെയ്യുന്ന യാത്രക്കാരും നമ്മളുടെ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരും ബോധവതികളുമാണ്, അവരെത്രത്തോളം അത് പാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ വെറും 5 മിനിറ്റ് പരിശോധിച്ചാൽ അറിയാം. എന്നാൽ ഒരു പരിഷ്കൃത സമൂഹം അങ്ങനെയല്ല. ഇതൊരു പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് ഞാൻ എടുത്ത ഫോട്ടോയാണ്. എൻ്റെ വൈഫ് തന്നെയാണ് ആ നടന്നു പോകുന്നത്. ഒരു പരിഷ്കൃത നഗരം, ഇന്ന് ലോകത്തെ ഏറ്റവും പരിഷ്കൃത നഗരങ്ങളിൽ ഒന്നായ സിംഗപ്പൂർ നഗരത്തിൽ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പർപ്പസിന് വേണ്ടി തന്നെ എടുത്തു വെച്ച ഫോട്ടോ ആണ്. അവിടെ വെളുത്ത വരയുണ്ട്, സീബ്ര ലൈൻ, അതിൻ്റെ 2 അപ്പുറത്തും ഇപ്പുറത്തും മഞ്ഞ വരകളും ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് പോയ ടൂറിസ്റ്റുകളൊക്കെ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ മഞ്ഞ വരയിൽ കൂടെയും കുറേ ആൾക്കാർ ഇപ്പുറത്തു കൂടെയൊക്കെ കടക്കും. ഞങ്ങളെ സിംഗപ്പൂരിൽ ഇത് കാഴ്ച കാണാൻ കൊണ്ടുപോയ ഗൈഡ് ഒരു 80 വയസ്സായ ഒരു സ്ത്രീയായിരുന്നു, വളരെ എനർജറ്റിക് അല്ല. ആ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യക്കാർ മാത്രമേ ഈ മഞ്ഞ വരയിൽ ചവിട്ടുള്ളൂ എന്ന്. മഞ്ഞ വരയിൽ, റോട്ടിലല്ല. പക്ഷേ അവരെ നമ്മളിവിടെ മലപ്പുറത്ത് കൊണ്ടേ കാണിച്ചു കൊടുക്കുക, കോട്ടപ്പടി അങ്ങാടി കൊണ്ടേ കാണിച്ചു കൊടുത്താൽ എന്താ സ്ഥിതി? വെളുത്ത വര അവിടെ കിടക്കുന്നുണ്ടാവും. ഒരു മനുഷ്യനും വെളുത്ത വരയിൽ കൂടെ പോകണില്ല. മഞ്ഞ വര നമുക്ക് ഏർപ്പാടില്ല. നമ്മളെല്ലായിടത്തും കൂടെയും പോവാം. ഇതെന്തിനാണ് നമ്മൾ ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റാർക്കോ വേണ്ടിയല്ല.
ഈ റോട്ടിലൂടെ നടക്കുന്ന നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, ഈ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളുണ്ടാക്കിയ ഏറ്റവും ലളിതമായ ഒരു നിയമവ്യവസ്ഥയുടെ കാര്യമാണ് പറയുന്നത്. ഇത് പാലിക്കുന്നിടത്ത് പോലും നമുക്ക് യാതൊരു സാമൂഹിക ബോധവുമില്ല. എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് എൻ്റെ കാര്യം നടക്കും. ഇനി റോഡ് ബ്ലോക്കായി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? അതിലേക്ക് ഞാൻ വരാം. ഒരു ജനാധിപത്യ സമൂഹം, അതാണ് ഓപ്പൺ സൊസൈറ്റി എന്ന് പറഞ്ഞത്. യഥാർത്ഥ ജനാധിപത്യം, നമ്മളെ ഇന്ത്യയിലെ ജനാധിപത്യം അല്ല ഞാൻ പറയുന്നത്. ഒരു ഓപ്പൺ സൊസൈറ്റിയിൽ അവകാശബോധം പോലെ തന്നെ ചുമതലാബോധവുമുള്ള മനുഷ്യർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ ഓപ്പൺ സൊസൈറ്റി അല്ലാതായി മാറും. നമ്മുടേത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, എന്നാൽ നാം ഒരു ജനാധിപത്യ സമൂഹം അല്ല. ഞാൻ തിരുവനന്തപുരത്ത് പറഞ്ഞ അതേ വാചകം ആവർത്തിക്കുകയാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. മനോഹരമായ ഒരു ജനാധിപത്യ ഭരണഘടന നമുക്കുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ഭരണഘടന, തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ ഇന്ത്യൻ സമൂഹം 1.1 ബില്യൺ ജനങ്ങളുള്ള ഒരു ഇന്ത്യൻ സമൂഹം ഒരു ജനാധിപത്യ സമൂഹമാണ് എന്നതിൻ്റെ വക്കത്തേക്ക് പോലും അടുത്ത കാലത്തൊന്നും എത്താൻ സാധ്യതയില്ല. അത്രയും പ്രാകൃതമായ ഗോത്രീയ സ്വഭാവങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന, ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പോലും ഉൾക്കൊള്ളാത്ത ഒരു ജനസമൂഹമാണ്. അങ്ങനത്തെ ഒരു ജനസമൂഹത്തിൻ്റെ മേൽ ജനാധിപത്യം എന്ന രാഷ്ട്രീയ വ്യവസ്ഥ അടിച്ചേൽപ്പിച്ചാൽ എന്ത് ദുരന്തമുണ്ടാവും എന്നതിൻ്റെ ഉത്തരമാണ് നരേന്ദ്രമോദി. ജനാധിപത്യത്തിൽ കൂടെ ഇന്ത്യ തെരഞ്ഞെടുത്ത ഇന്ത്യൻ ജനങ്ങൾക്ക് ഏറ്റവും അർഹതപ്പെട്ട പ്രധാനമന്ത്രി ആര് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നരേന്ദ്രമോദി എന്ന്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരായവരുടെ കൂട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് ഒട്ടും തന്നെ അർഹതയില്ലാത്ത പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. റോഡ് നിയമങ്ങൾ പോലെ തന്നെ ഏറ്റവും ലളിതവും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ പറയാവുന്നതുമായ മറ്റൊരു ഉദാഹരണമാണ് ഞാൻ മുമ്പും പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഉദാഹരണം. നമ്മൾ മലയാളികളുടെ സാമൂഹ്യ ശുചിത്വം എന്ന് പറയുന്നത്. മലയാളികൾ വ്യക്തി ശുചിത്വത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സമൂഹമാണ്, തർക്കമൊന്നുമില്ല. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നമ്മൾ വളരെയേറെ പരിഷ്കൃത സമൂഹത്തോടൊപ്പം മുന്നേറിയിട്ടുണ്ടെങ്കിലും വ്യക്തി ശുചിത്വത്തിൽ നമ്മൾ വളരെ മുന്നിലാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോപ്പ് കച്ചവടം നടക്കുന്നത് കേരളത്തിലാണ്. എല്ലാ കേരളീയരും ദിവസം 2 നേരം സോപ്പ് തേച്ച് കുളിക്കും, നല്ല വൃത്തിയായിട്ട് നടക്കും. നമ്മളെ വീട് നല്ല വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കും. നമ്മുടെ വീട്ടിലെ കക്കൂസും നല്ല വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കും, അല്ലേ? നല്ല പിഞ്ഞാണം പോലെ കഴുകി തുടച്ച് ഒക്കെ ഭംഗിയായിട്ട് നമ്മൾ സൂക്ഷിക്കും. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്നൊരു നമ്മുടെ വീടിൻ്റെയും മുറ്റത്തിൻ്റെയും അതിർത്തി അങ്ങോട്ട് കടന്ന് നമ്മൾ റോട്ടിലേക്ക് അങ്ങോട്ട് കയറിയാൽ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയുടെ അടുത്തേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന എല്ലാ ശുചിത്വബോധവും ധാർമ്മിക ബോധവും അവസാനിക്കും. നമ്മളുടെ എല്ലാ മാലിന്യങ്ങളും നമ്മൾ പെറുക്കിയെടുത്തിട്ട് നമ്മൾ റോട്ടിലേക്ക് ഒറ്റയേറ് നമ്മൾ എറിയും, അല്ലെങ്കിൽ മറ്റൊരു കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ അപ്പുറത്തെ അയൽവാസിയുടെ പറമ്പക്കും നമ്മൾ എറിയും. ഇതാണ് നമ്മുടെ ശുചിത്വബോധം. പിന്നെ നമ്മൾ ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട് മൊത്തം ടോയ്ലറ്റാണ്. നമ്മുടെ റോഡ്, നമ്മുടെ ഹൈവേ, നമ്മുടെ നഗരങ്ങൾ എല്ലാം നമുക്ക് വിസർജിക്കാനുള്ള ഇടങ്ങളാണ്. നമുക്ക് എവിടെയും പിസ് ചെയ്യാം, പക്ഷേ നമുക്ക് എവിടെയും കിസ് ചെയ്യാൻ പാടില്ല. അതാണ് പ്രശ്നം. ഇനി നമ്മുടെ സാമൂഹ്യ ശുചിത്വത്തിൻ്റെ ഏറ്റവും നല്ല സൂചകമാണ് നമ്മളുടെ പൊതു ടോയ്ലറ്റുകൾ. ഈ ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു 5-6 മാസമായിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ നിങ്ങൾ അതിൻ്റെ ടൈൽസൊക്കെ കണ്ടാൽ അറിയാം, ഇത് കുറേ പഴക്കമുള്ളതൊന്നുമല്ല. അങ്ങനെ ഒരു പുതിയ ടോയ്ലറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇത് നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പൊതു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഓഫീസിൽ, ഒരു ഓഫീസിൽ വീട് പോലെ, ഞാൻ ഇവിടെ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ നിങ്ങൾ പോയി നോക്ക്, ഇവിടുത്തെ സർക്കാർ ഓഫീസുകളിലെ ടോയ്ലറ്റുകളിൽ നിങ്ങൾ പോയി നോക്ക്. എല്ലാ ദിവസവും ആ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് ആ ഓഫീസിലുള്ള ജീവനക്കാർ തന്നെയാണ്. പക്ഷെ ഒരുത്തൻ അതിനകത്ത് കയറിയിട്ട് അവൻ്റെ കാര്യം കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത ആൾ അങ്ങോട്ട് കയറണം എന്നുള്ള വിചാരത്തോടു കൂടിയല്ല പെരുമാറുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള അവകാശബോധങ്ങളെല്ലാം ഉള്ള ആളാണ്. പക്ഷെ അവൻ്റെ ചുമതലാബോധം ഈ ടോയ്ലറ്റിൽ നമുക്ക് കാണാം. ഞാൻ കൂടുതൽ വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഇത് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് എടുത്ത വേറൊരു ചിത്രമാണ്. അവിടെ റോട്ടിലൊക്കെ ഇങ്ങനെ എല്ലായിടത്തും വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ വേസ്റ്റ് ബിന്ന് കണ്ടാൽ തന്നെ നമുക്കത്
നോക്കി നിൽക്കാൻ തോന്നും, അത്രയും ചൊറുക്കാം. അതിങ്ങനെ ഇത് പേപ്പർ, പ്ലാസ്റ്റിക്, അലുമിനിയം, ജനറൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. ആളുകളെല്ലാം അതനുസരിച്ച് മാത്രം അവരുടെ കയ്യിലുള്ള എല്ലാ വേസ്റ്റ് സാധനങ്ങളും അതിനകത്ത് കൃത്യമായി നിക്ഷേപിക്കും. അതെല്ലാം യഥാസമയം എടുത്തുകൊണ്ട് പോയി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ അഴുക്ക് ചാലുകളൊന്നും, നമ്മൾ സിംഗപ്പൂരിൽ നമ്മളൊരു അഴുക്ക് ചാലും കാണാനേ പറ്റില്ല, അതുണ്ടോയെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ആ അഴുക്ക് ചാലുകൾ ഭൂമിക്കടിയിൽ കൂടെ പോകുന്നുണ്ട്. അതിലൂടെ വരുന്ന അഴുക്ക് വെള്ളമെല്ലാം അവിടെ ഒരു ഫാക്ടറിയിൽ സംസ്കരിച്ചിട്ട് കുടിവെള്ളമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. കുടിവെള്ളമായിട്ടും കെമിക്കൽസായിട്ടും രാസവളമായിട്ടും മറ്റു ജൈവവളമായിട്ടൊക്കെ അത് വേർതിരിച്ച് പാക്ക് ചെയ്തിട്ട് വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ തൊട്ടടുത്തുള്ള കായലിലേക്കോ കടലിലേക്കോ പോലും അവരത് തള്ളിവിടുന്നില്ല. ഇത് ഞാൻ യൂറോപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ എടുത്ത ഒരു ചിത്രമാണ്. യൂറോപ്പിലുള്ള ആളുകളെല്ലാം പുകവലിക്കുന്നവരാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് അവിടെ പുകവലിക്കുന്നത്. ഞാൻ അവിടെ കണ്ട ഏറ്റവും മോശമായൊരു കാര്യം അത് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാ സ്ഥലത്തും വേസ്റ്റ് ബിന്നിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ സിഗരറ്റ് കെടുത്തി വെക്കാനുള്ള ഒരു പ്രത്യേക വേസ്റ്റ് ബിന്നും കൂടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് മണലിട്ട് വെച്ചിട്ടുണ്ട്. ആ മണലിൽ കൊണ്ടുപോയിട്ട് സിഗരറ്റിൻ്റെ കുറ്റി ആരും അങ്ങനെ പുകയുന്ന കുറ്റി ഇടാറില്ല. എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടേ കൊണ്ടുപോയിട്ടുള്ളൂ. അത് കുത്തി കെടുത്തിയിട്ട് ഉറപ്പുവരുത്തിയിട്ട് പുക വരുന്നില്ല അത് ഉറപ്പുവരുത്തിയിട്ട് അതിനകത്ത് നിക്ഷേപിക്കുള്ളൂ. ഞങ്ങൾ യൂറോപ്പിൽ വെറുതെ ഒരു യാത്ര പോയി, കാണാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ ഈ ബസ്സിലാണ് യൂറോപ്പിലെ 8 രാജ്യങ്ങളിലൂടെ ഏതാണ്ട് 4000 കിലോമീറ്റർ യാത്ര ചെയ്തു. ആ യാത്രയിൽ ഒരിടത്തും ഞങ്ങൾ ഒരു റോഡ് അപകടത്തിൻ്റെ പഴയ അടയാളങ്ങൾ പോലും കണ്ടില്ല. 4000 കിലോമീറ്റർ യൂറോപ്പിൽ ബസ്സിൽ സഞ്ചരിച്ചിട്ട് ഒരു റോട്ടിൽ എവിടെയെങ്കിലും മുമ്പ് ഒരു അപകടം നടന്നതിൻ്റെ 2 കുപ്പിച്ചില്ലിൻ്റെ കഷ്ണങ്ങൾ കിടക്കുന്നത് പോലും കാണാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ 4000 വേണ്ട, 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഒരു 4 അപകടം നേരിട്ട് കാണാം, ഒരു 40 അപകടത്തിൻ്റെ അവശിഷ്ടങ്ങളും കാണാം. കാരണം അവിടെ അത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് ട്രാഫിക് സംവിധാനങ്ങളുള്ളത്. എന്ന് മാത്രമല്ല അവിടുത്തെ ഡ്രൈവർമാരും അവിടുത്തെ യാത്രക്കാരും അവിടുത്തെ സാമാന്യ ജനങ്ങളും ഈ റോഡ് നിയമങ്ങൾ, വാഹന നിയമങ്ങൾ, എല്ലാ നിയമങ്ങളും വളരെ കൃത്യമായിട്ട് പാലിക്കുന്നു. അത് പോലീസുകാരൊന്ന് പാലിപ്പിക്കുന്നതല്ല. അവിടെ ഒന്നും ട്രാഫിക്കിൽ എവിടെയും പോലീസ് നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ യന്ത്രങ്ങളുണ്ട്, ട്രാഫിക് സിഗ്നലുകളുണ്ട്, ഓട്ടോമാറ്റിക് സംവിധാനങ്ങളുണ്ട്. ഈ ബസ്സിൽ തന്നെ ഡ്രൈവർ ഏതെങ്കിലും വാഹന നിയമം ലംഘിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് അവിടെ കിടക്കും. ഈ ഡ്രൈവർ ലൈസൻസ് പുതുക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ CD കൊണ്ടുപോകണം. CD അല്ല, വേറൊരു സംവിധാനമാണ്, അത് കൊണ്ടുപോകണം. അത് ചെക്ക് ചെയ്തിട്ട് ഇദ്ദേഹം ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തെ കാലത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 6 മാസക്കാലത്തിനിടയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഏതെങ്കിലും നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൽ റെക്കോർഡഡ് ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ 10 മണിക്കൂർ ബസ് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ 40 മിനിറ്റ് വണ്ടി നിർത്തിയിട്ടോളണം, ഓഫ് ചെയ്തിട്ടോളണം എന്ന് അവിടുത്തെ നിയമമാണ്. 10 മണിക്കൂർ തുടർച്ചയായി ഓടിച്ച വണ്ടി 40 മിനിറ്റ് നിർത്തിയിട്ടില്ലെങ്കിൽ അത് ആ ഡ്രൈവറുടെ ഉള്ളിലുള്ള ബ്ലാക്ക് ബോക്സ് പോലെ സാധനം ഉണ്ട്, അതിനകത്ത് ഓട്ടോമാറ്റിക് റെക്കോർഡായിട്ടുണ്ടാവും. അത് ഡ്രൈവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കൃത്രിമം. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ലൈസൻസ് പുതുക്കി കിട്ടൂല, മൂപ്പർക്ക് പരി പോകും. ഇത്തരത്തിലുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളും അതിനെ വളരെ കൃത്യമായി പാലിക്കുന്ന ഒരു ജനതയുമാണ് അവിടെ ഉള്ളത്. ഈ റോഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങളൊന്നും നമ്മുടെ നാട്ടിലേതുപോലെ അകലം പാലിക്കാതെ തമ്മിൽ കൂട്ടിമുട്ടാവുന്ന രൂപത്തിൽ ഓടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. വളരെ കൃത്യമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ട് എത്ര ട്രാഫിക്കുള്ള റൂട്ടിലും വാഹനങ്ങൾ പോകുന്നത് കാണാൻ പറ്റുള്ളൂ. റോട്ടിൽ എവിടെയെങ്കിലും വണ്ടി ബ്ലോക്കായാൽ നമ്മളവിടെ എന്താ ചെയ്യുക? ഒരു വണ്ടീൻ്റെ ചന്തിമ കൊണ്ടിട്ട് മറ്റേ വണ്ടീൻ്റെ മൂക്ക് കുത്തിച്ചിട്ടേ നിർത്തുള്ളൂ. എന്താ കാരണം? ഇല്ലെങ്കിൽ അപ്പുറത്ത് കൂടെ ഒരു ഓട്ടോറിക്ഷ വന്ന് ഇതിൻ്റെ ഉള്ളിൽ തിരിക്കും, അല്ലെങ്കിൽ ഒരു ബൈക്കാരൻ കൊണ്ടുവന്നിട്ട് ആ ഗ്യാപ്പിൽ കണ്ട് തിരിക്കും. അതുകൊണ്ട് എല്ലാവരും മുട്ടിച്ചേ നിർത്തുള്ളൂ. മുട്ടിക്കാതെ ലേശം ഗ്യാപ്പ് ഇട്ടാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഓട്ടോറിക്ഷയോ ബൈക്കോ കൊണ്ടുവന്ന് തിരികും. അതുകൊണ്ട് തിരികാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും മുട്ടിച്ചെന്നെ നിർത്തുക. അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുക. ഒരു ബ്ലോക്കായി കഴിഞ്ഞാൽ, ബ്ലോക്കായി പോയാൽ ലെഫ്റ്റ് സൈഡിൽ പോകുന്ന വാഹനങ്ങൾ ബ്ലോക്കായി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ വാഹനങ്ങൾ ഇങ്ങനെ ബാക്കിൽ നിർത്തിയിടുക, റൈറ്റ് സൈഡിലെ വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോവുക എന്നുള്ളതാണ് നിയമം. നമ്മളെന്താ ചെയ്യുക? റോഡ് ഒഴിഞ്ഞ് കിടക്കണം, എൻ്റെ വണ്ടിയാണ് പോട്ടെ, ഞാൻ വിട്ട് ഓൻ പോകുന്നുണ്ട്, എന്നാൽ ഞാനും പോട്ടെ, അതിൻ്റെ പിന്നാലെ നമ്മളും വിട്ട്. സംഭവം എന്താണ്? അവിടുന്ന് വരുന്നവർ ഇതിലേയും വരും, ഇവിടുന്ന് വരുന്നവർ മൊത്തം ബ്ലോക്ക്.
പിന്നെ പോലീസായി പട്ടാളായി പിന്നെ വൈകുന്നേരം ആവുകയോളം ബ്ലോക്ക് തീർക്കാനുള്ള ഏർപ്പാടുകൾ, എന്നിട്ട് തമ്മിൽ അടി ബഹളം. അപ്പോൾ ഈ ബാക്കിൽ ഈ അപ്പുറത്ത് റോഡ് ഒഴിഞ്ഞ് കിടക്കുന്ന കണ്ട എൻ്റെ വണ്ടിയാണ് പോട്ടെ, മറ്റോ എന്തോ ആയിക്കോട്ടെ, ഇതാണ് നമ്മളെ സിസ്റ്റം. അതുപോലെ സീബ്ര ലൈനിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടാൽ, നമ്മൾ യൂറോപ്പിലൊക്കെ അങ്ങനെ ഉണ്ട്, ഒരാൾ സീബ്ര ലൈനിൽ കടക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന കണ്ടാൽ മതി, ഡ്രൈവർ കൃത്യമായ അകലത്തിൽ വണ്ടി നിർത്തിയിട്ടാണ്. അവിടെ ഫസ്റ്റ് പ്രിഫറൻസ് യാത്രക്കാർക്കാണ്, കാൽനട യാത്രക്കാർക്കാണ്, പിന്നെ ഡ്രൈവർക്കുള്ളൂ. നമ്മളെ നാട്ടിൽ സീബ്ര ലൈനിൽ ഒരു 15 ആൾ കടക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, 1 മണിക്കൂർ നിൽക്കുന്നുണ്ടാവും. നമ്മളെന്താ ചെയ്യണം? ഞാനാണ് പോയിട്ട് പോലും കിടന്നോട്ടെ, എല്ലാ ഞാനുകളും അങ്ങനെ വിചാരിക്കും. അപ്പോൾ നിൽക്കുന്നവരവിടെ നിൽക്കും, ഞാനുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം. നമ്മൾ റോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് പാത്താൻ മുട്ടിയാൽ എന്താ ചെയ്യാം? വണ്ടി നിർത്തും, നമ്മൾ പാത്തും, നമ്മൾ പോകും. കാരണം നമുക്ക് എല്ലായിടത്തും ടോയ്ലറ്റാണ്. യൂറോപ്പിൽ ടോയ്ലറ്റ് സ്റ്റോപ്പുകളിൽ മാത്രമേ ഈ ഏർപ്പാട് പാടുള്ളൂ, എല്ലാവരും അത്രേ ചെയ്യുള്ളൂ. അല്ലാതെ ചെയ്യുന്നവർ ഇന്ത്യക്കാർ മാത്രമാണ്. അതിൻ്റെ രസം ഞാൻ പറഞ്ഞുതരാം. ഇത് സ്വിറ്റ്സർലാൻഡിലെ ഒരു വിജനമായ കാട്ടിലൂടെ ഞങ്ങൾ പോകുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം, തണുപ്പല്ലേ, എനിക്ക് പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഡ്രൈവറുടെ അടുത്ത് ഇങ്ങനെ പോയി തല ചൊറിഞ്ഞിട്ട് പറയും എനിക്ക് മൂത്രമൊഴിക്കണം എന്ന്. അപ്പോൾ ഡ്രൈവർ നെക്സ്റ്റ് ടോയ്ലറ്റ് സ്റ്റോപ്പ് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയും. അപ്പോൾ നെക്സ്റ്റ് ടോയ്ലറ്റ് സ്റ്റോപ്പ് കുറച്ച് ദൂരെയാണെങ്കിൽ ഞാനിങ്ങനെ, ഇത് കാടല്ലേ, ഇവിടെ ആളും മനുഷ്യനൊന്നും ഇല്ലല്ലോ, വെറുതെ ഒന്ന് മൂപ്പരെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി. മൂപ്പര് നല്ല രസികനായിരുന്നു നമ്മളെ ഡ്രൈവർ. ഞാൻ പറഞ്ഞു ഇവിടെ കാടല്ലേ, ഒന്ന് നിർത്തിക്കൂടെ? അപ്പോൾ മൂപ്പരിങ്ങനെ നോക്കിയിട്ട് ദിസ് ഈസ് നോട്ട് ഇന്ത്യ എന്നോട്. തമാശയല്ല, കാര്യമാണോ ചോദിച്ചു. ദിസ് ഇസ് നോട്ട് ഇന്ത്യ പറഞ്ഞിട്ട് മൂപ്പര് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അപ്പോൾ അവർക്കും അറിയാം, ഇന്ത്യക്കാരുടെ സ്വഭാവം അവർക്ക് നന്നായിട്ട് അറിയാം. അവർ ഇന്ത്യക്കാരുടെ ടൂർ എപ്പോഴും കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് അതാണ് അവിടുത്തെ സിസ്റ്റം. അവിടെ ടോയ്ലറ്റ് പോകുന്നിടത്ത് പബ്ലിക് ടോയ്ലറ്റിൽ ഇതുപോലുള്ള ഗേറ്റ് വെച്ചിട്ടുണ്ടാവും. ആ കാണുന്നത് കടക്കാനുള്ള ഗേറ്റാണ്. പക്ഷേ അത് തിരിഞ്ഞ് നമുക്കത് കടക്കണമെങ്കിൽ €1 കോയിൻ അതിലിടണം. €1 കോയിൻ ഇട്ടാലേ ഈ സാധനം തുറക്കുള്ളൂ. അപ്പോൾ നമുക്കത് ഉന്തിയിട്ട് അങ്ങനെ പോയിട്ട് മൂത്രമൊഴിച്ചിട്ട് പോരാം. നമ്മൾ ഇന്ത്യക്കാരെന്താ ചെയ്യുക അറിയോ? ഇന്ത്യക്കാർ അതിൻ്റെ മേലാടി ചാടും. കാരണം €1 എന്ന് പറഞ്ഞാൽ €70. €1 നമ്മൾ €70. മൂപ്പര് നമ്മൾ ഇന്ത്യക്കാരിങ്ങനെ കണക്കൂട്ടും, €70 പാത്താനം ചാടി മേലെ ചാടും, അല്ലെങ്കിൽ അടി കൂടെ അങ്ങോട്ട് കൂന്നാണ് കിടക്കും. ഇത് നോക്കിയിട്ട് യൂറോപ്യന്മാരിങ്ങനെ ചിരിക്കും, ആ ഇന്ത്യക്കാരാണല്ലേ. അവർ ചെയ്യില്ല. കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടാൻ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അതിൻ്റെ മേലെ ചാടിയിട്ട് മൂത്രമൊഴിച്ച് പോകാൻ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, €1 അവർക്ക് വേണ്ടാഞ്ഞിട്ടുമല്ല. പക്ഷെ ആ €1 അവരുടെ ഒരു സാമൂഹ്യ സംവിധാനത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി അവർ കൊടുക്കുന്ന ഫീസാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അത് വാങ്ങാൻ അവിടെ നമ്മളവിടെയൊക്കെ ടോയ്ലറ്റിൽ പൈസ വാങ്ങാൻ ഒരാളും ഇങ്ങനെ കുത്തിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ₹1 ₹2 വാങ്ങുക. അവിടെ ഒരാളും ഇല്ല. ഈ കോയിൻ അവിടെ ഇട്ടാൽ മതി, എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. പക്ഷെ ആ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ ഒരുത്തനും ആ കോയിൻ ഇടാതെ ചാടിക്കടന്നു പോയി മൂത്രമൊഴിച്ച് പോവില്ല, ഇന്ത്യക്കാരൊഴികെ. അതാണ് അവിടെ നമ്മൾ കണ്ടത്. നമ്മുടെ സർക്കാരിന് ഇതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ സമൂഹത്തിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, പൊതു ഡെവലപ്മെൻറ്റിന് വേണ്ടി, പൊതുക്ഷേമത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ചലിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ആളുകളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന കാശാണത്. ഗവൺമെൻറ്റിൻ്റെ ഏണിങ്സിൻ്റെ ഒരു ചാർട്ടാണത്. പലതരത്തിലുള്ള നികുതികളും നികുതികളല്ലാത്ത നികുതിയേതര വരുമാനങ്ങളുടെയും ഒരു ചാർട്ടാണ്. ഇങ്ങനെ കിട്ടുന്ന വരുമാനം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് നമ്മൾ വിവിധ മേഖലകളിലായിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ് വെപ്പ്. അതാണ് ജനാധിപത്യം. പക്ഷേ ഈ വരുന്ന സാധനങ്ങളിൽ ആ കളറിൽ കൊടുത്തിട്ടുള്ള സംഗതികളൊക്കെ എവിടേക്കാ പോണത്? അതിൽ ഹെൽത്ത് ഉണ്ട്, പിന്നെ വിദ്യാഭ്യാസമുണ്ട്, പിന്നെ അർബൻ ഡെവലപ്മെൻ്റ് ഉണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, വാട്ടർ ഉണ്ട്, ഫിനാൻസ്, ഹോം, ഇൻഡസ്ട്രീസ്, എനർജി, റിലീഫ്, ഇങ്ങനെ റീഹാബിലിറ്റേഷനൊക്കെ ഉണ്ട്. ഇതെല്ലാം എവിടേക്കാണ് പോണത്? ഇതിങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോൾ ഈ എത്തേണ്ട അടുത്ത് എത്തുന്നത് ഒരു തുള്ളിയായിരിക്കും. പുറപ്പെടുമ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടാവും. ബാക്കിയൊക്കെ എവിടെ പോയി? ബാക്കിയൊക്കെ ഇടനില നിൽക്കുന്ന മന്ത്രി മുതൽ പ്രധാനമന്ത്രി മുതൽ അങ്ങേ തലക്കല പ്യൂണ് വരെയുള്ള സംവിധാനങ്ങളിലെല്ലാം ചോർന്ന് പോക്കറ്റുകളിലേക്ക് ചോർന്ന് അവസാനം എത്തേണ്ട അടുത്ത് ഗുണഭോക്താവിന് അതിൻ്റെ ചെറിയൊരു തുള്ളി കിട്ടിയാലായി. അല്ലെങ്കിൽ ഗുണഭോക്താവ് അത് അറിയാതെ പോകുന്ന എത്രയോ സംവിധാനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ട്.
ഇതാണ് പൊതു സംവിധാനം. ഇനി ഞാൻ കുടുംബം എന്ന യൂണിറ്റിലേക്ക് വരാം. ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അടിസ്ഥാന സംസ്കാരം എന്ന് പറയുന്നത്, ജനാധിപത്യ സംസ്കാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഈ പാരസ്പര്യം. ഒരു സമൂഹത്തിൻ്റെ മാതൃകയുടെ ഏറ്റവും ചെറിയ മാതൃക യൂണിറ്റാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ കുടുംബത്തിൽ എത്രത്തോളം ജനാധിപത്യമുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. കുടുംബത്തിൽ ജനാധിപത്യം ഉണ്ടെങ്കിലേ കുടുംബത്തിന് പുറത്ത് സമുദായത്തിലും സമൂഹത്തിലും ജനാധിപത്യം ഉണ്ടാവുള്ളൂ. നമ്മളെ കുടുംബത്തിൽ ജനാധിപത്യമില്ല. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും നടമാടുന്നത് ജനാധിപത്യത്തിൻ്റെ നേരെ വിരുദ്ധമായിട്ടുള്ള ഫാസിസമാണ്. ഒരു വ്യക്തിയുടെ, മിക്കവാറും ആ കുടുംബത്തിലെ പുരുഷനായ നാഥൻ്റെ സർവാധിപത്യത്തിൻ്റെ കീഴിൽ, അയാളുടെ ഫാസിസത്തിൻ്റെ കീഴിൽ വെറും അടിമകളെ പോലെ അനുസരിച്ച് കഴിയേണ്ട മറ്റംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ ഫാസിസ്റ്റ് ജനാധിപത്യ വിരുദ്ധ യൂണിറ്റുകളാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം തന്നെ. അച്ഛനും അമ്മയും മക്കളും ചേർന്ന ഈ സർക്കിൾ ജനാധിപത്യപരമായി പൂർത്തിയാകുമ്പോൾ മാത്രമേ ഒരു ഓപ്പൺ സൊസൈറ്റിക്ക് പാകമായ ഒരു കുടുംബ സംവിധാനം ഉണ്ടാവുകയുള്ളൂ. അത് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ല. കുടുംബം കെട്ടുറപ്പുള്ളതാവണം, പക്ഷേ ആയാൽ പോരാ, അത് നീതിയുക്തമായിരിക്കണം. പക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ നീതി ഉണ്ടോ? ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാണ് ടൈമിൻ്റെ പ്രശ്നം കൊണ്ട്. ജെൻഡർ ഇക്വാലിറ്റി അല്ല, ജെൻഡർ ഇൻഇക്വാലിറ്റിയാണ് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നിലനിൽക്കുന്നത്. നമ്മൾ നേരത്തെ പല വിഷയങ്ങളിൽ ചർച്ച ചെയ്തു പോയതാണ്. സ്ത്രീയും പുരുഷനും തുല്യ വ്യക്തികളാണ് എന്നതാണ് ഒരു ഓപ്പൺ സൊസൈറ്റിയുടെ സങ്കല്പം. ഇപ്പം യൂറോപ്പിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. യൂറോപ്പിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഒപ്പം ഇരുന്ന് പുകവലിക്കുന്നവരുടെ കൂട്ടത്തിലായാലും, ഒപ്പം ഇരുന്ന് ബീർ കഴിക്കുന്നവരുടെ കൂട്ടത്തിലായാലും, ഒപ്പം പാർക്കിലിരുന്ന് കളിക്കുന്നവരുടെ കൂട്ടത്തിലായാലും, ഒപ്പം വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നവരായാലും, എവിടെ ചെന്ന് നോക്കിയാലും അവിടെയൊക്കെ കാണുന്നത് പകുതി പുരുഷന്മാരും പകുതി സ്ത്രീകളുമാണ്. നമ്മളെ നാട്ടിൽ വന്ന് നോക്കിയാൽ എന്താ കാണുന്നത്? അതിപ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇവിടെ കാണുന്നത് തന്നെയാണ് നമ്മുടെ എല്ലാ മേഖലയിലും കാണുന്നത്. കാരണം എന്താണ്? നമ്മുടെ നാട്ടിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ, നേരത്തെ ആരോ പറഞ്ഞല്ലോ, മഹറൂഫോ ആരോ പറഞ്ഞല്ലോ, കൊള്ളയടിച്ച് കൊണ്ടുപോകാനുള്ള മറ്റു സാധനങ്ങളുടെ കൂട്ടത്തിലൊരു സാധനമാണ് സ്ത്രീ എന്ന് പറഞ്ഞല്ലോ, മഹറൂഫ് പറഞ്ഞല്ലോ. ആ ഗോത്രീയ സങ്കല്പത്തിൽ നിന്നും അല്പം പോലും മുന്നോട്ട് പോയിട്ടില്ലാത്ത ഒരു സാംസ്കാരിക ബോധമാണ് ഈ ലിംഗബോധത്തിൻ്റെ മേഖലയിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് കേരളത്തിലെ ജ്വല്ലറി വ്യവസായം. കേരളത്തിലെ ഓരോ പെണ്ണും ഓരോ ജ്വല്ലറി കടയാണ്. ശരീരം മുഴുവൻ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള മഞ്ഞലോഹം കെട്ടിത്തൂക്കി അങ്ങനെ നടക്കുകയാണ് കേരളത്തിലെ സ്ത്രീകൾ. അത് അഭിമാനമായി കാണുന്നു. പണ്ടൊക്കെ തൊഴുത്തിലുള്ള കന്നുകളായിരുന്നു ഒരു കുടുംബത്തിൻ്റെ മഹിമ കാണിക്കാൻ വേണ്ടിയിട്ട്. തൊഴുത്ത് അതിന് വേണ്ടിയിട്ട് വീടിൻ്റെ മുമ്മർത്ത വെക്കുക. എന്നിട്ട് ഈ കാളേൻ്റെ ഈ പശുവിൻ്റെ തീട്ടം മണത്തോണ്ട് ഇങ്ങനെ ഇരിക്കണം മറുത്ത്. പണ്ടത്തെ വീടുകളൊക്കെ അങ്ങനെ തൊഴുത്താണ് ആദ്യം കാണുക. എന്തിനാണത്? അത് പൊങ്ങച്ചത്തിൻ്റെ ഭാഗമാണ്. ഇൻ്റെ തൊഴുത്തിൽ 4 കന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഉള്ളവനാണ് അതിൻ്റെ അർത്ഥം. ആ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി തൊഴുത്ത് മുമ്പിൽ വെച്ചിരുന്നത് പോലെ ഇന്ന് പൊങ്ങച്ചം കാണിക്കുന്ന 2-3 സാധനങ്ങളുണ്ട്. അതിലൊന്നാണ് വീട്ടിലെ സ്ത്രീയുടെ ശരീരത്തിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള ഈ ഒരു ഉപകാരമില്ലാത്ത ഈ ലോഹം. ഇത് നമ്മുടെ സ്ത്രീ വിരുദ്ധതയുടെ സംസ്കാരം. നമ്മുടെ നാട്ടിലെ എല്ലാ സ്ത്രീകളും നെറ്റിയിൽ ബാനർ കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. എന്താ ബാനറിൽ എഴുതിയിരിക്കുന്നത്? ഞാൻ ഒരാളുടെ സ്വകാര്യ ചരക്കാണ്, ഇനി നിങ്ങളാരും എന്നെ മറ്റേ കോലത്തിൽ നോക്കണ്ട. സിംബോളിസം പറഞ്ഞല്ലോ, എഴുതിയിട്ടൊന്നുമില്ല, അക്ഷരങ്ങളൊന്നുമില്ല, പക്ഷെ വളരെ കൃത്യമായി ആ നെറ്റിയുടെ മുകളിൽ ചുവന്ന് കാണുന്ന സാധനം ആ ബാനറാണ്. ആ ബാനർ വളരെ കൃത്യമായി ഒരു ആശയത്തെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുകയാണ്. നേരെ മറിച്ച് ഇവിടെ ഇരിക്കുന്ന
ആണുങ്ങളുടെ ആരുടെയും നെറ്റിയിലോ കയ്യുമ്മലോ നെഞ്ഞത്തോ ഒരു ബാനറില്ല. ഞാൻ ഒരു പെമ്പറന്നോളുടെ സ്വകാര്യ പുതിയാപ്പളയാണ്, ഇന്നഞ്ഞി പെണ്ണുങ്ങളാരും നോക്കണ്ട എന്ന ബാനർ നമ്മളാരും കെട്ടിയിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? അർത്ഥം മഹ്റൂഫ് പറഞ്ഞ ഗോത്രകാലത്തെ സങ്കല്പത്തിൽ നിന്നും ഒരു ഇഞ്ച് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇത് ഈ നിമിഷത്തിലാണ് ഈ സാധനം, ഈ ബാനർ ഒട്ടിക്കുന്നത്. ബാനർ ഒട്ടിക്കുകയാണ് ഇയാള്. എന്താ ഒട്ടിച്ചു കൊടുക്കുന്നത്? ഇനി ഇത് ഒട്ടിച്ച് നടന്നാൽ മതി, ഇനി എൻ്റെതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അതേ അർത്ഥം പ്രതിനിധാനം ചെയ്യുന്ന ചാക്കുകെട്ടാണ് ഈ ഇരിക്കുന്നതും. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, അത് നമ്മളെ പുയ്യാപ്പിളക്ക് മാത്രമുള്ളതാണ്, അത് വേറെ ആരും നോക്കണ്ട, അതൊരു ഇറച്ചിക്കണ്ടം മാത്രമാണ്, ഇതൊരു ഇറച്ചിക്കണ്ടം മാത്രമാണ് എന്ന് എപ്പോഴും ഇതിൻ്റെ ഉള്ളിലുള്ള ഇറച്ചിക്കണ്ടത്തിനും തോന്നണം, ഇതിനെ നോക്കുന്ന സമൂഹത്തിനും തോന്നണം എന്നത് തന്നെയാണ് ഈ സാധനത്തിൻ്റെ ദാർശനികമായ അടിത്തറ. നമ്മൾ സ്ത്രീകളെ കുറിച്ച് എന്താ പറയുക? യുക്തിവാദി സംഘത്തിൻ്റെ മീറ്റിങ്ങിന് വരുമ്പോൾ നിങ്ങളെ ഭാര്യനെ കൊണ്ടുപോരായിരുന്നു, നിങ്ങളെന്താ നിങ്ങളെ അമ്മേനെയും പെങ്ങളെയും ചുംബന സമരത്തിന് കൊണ്ടുപോകാത്തത് എന്നാ ചോദിക്കാം. എന്നാൽ ഏതെങ്കിലും പെണ്ണുങ്ങളോട് അങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ എൻ്റെ പുതിയാപ്പിള എന്നെ കൊണ്ടുപോരാത്തത്, എന്താ എൻ്റെ ആങ്ങളെന്നെ കൊണ്ടുപോരാഞ്ഞത് എന്ന് ആരും സ്ത്രീകളോട് ചോദിക്കാറില്ല. കാരണം എന്താ? കാരണം ഈ ചിത്രത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഉള്ള ഒരു വസ്തുവാണ് എന്നത് തന്നെയാണ് നമ്മുടെ ഭാഷ പോലും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഫോട്ടോ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അപ്പം വന്നു ഖാലിദിൻ്റെ കമൻറ്റ്. എന്താ കമൻറ്റ്? നമ്മളെ കളിയാക്കിക്കൊണ്ടുള്ള കമൻറ്റ് ഇതാ: മതസംഘടനകളുടെ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന യുക്തിവാദി സമൂഹം ആ സ്റ്റേജിലേക്ക് നോക്കൂ, എത്ര അവരെ നേതാക്കന്മാരെ നോക്കൂ, എത്ര പെണ്ണുങ്ങളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ശരിയല്ലേ? സദസ്സിലുണ്ടോ? സ്റ്റേജിലുണ്ടോ? ഇല്ല. ഇതാരുടെ കുറ്റ? നമ്മളുടെ മാത്രം കുറ്റമല്ല, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ പൊതുബോധം അത് നമ്മളെയും പിടികൂടിയിട്ടുണ്ട്. നമ്മളെയും അത് പിടികൂടിയതുകൊണ്ട് നമുക്ക് മാത്രം അതിൽ നിന്ന് മോചനം ഇല്ല. പക്ഷേ ചില നിർബന്ധിത അവസ്ഥയിൽ, ഇപ്പം സംവരണം വന്നു, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംവരണമൊക്കെ വന്നു, നമ്മളെ പാർട്ടിക്ക് അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ തൽക്കാലം നമുക്ക് കുറേ പെണ്ണുങ്ങളെ ജയിപ്പിച്ചെടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും ബാനർ വെച്ചു, ഇന്ന കുഞ്ഞാപ്പൂവിൻ്റെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യിക്കാന്നുണ്ട് കുഞ്ഞാപ്പൂവിൻ്റെ വലിയ ഫോട്ടോ ഉള്ള ഒരുപാടില്ലേ ഫേസ്ബുക്കിലൊക്കെ നല്ല രസമുള്ള ചർച്ചകൾ വന്നു. കുഞ്ഞാപ്പൂവിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇത്രാം വാർഡിലെ സ്ഥാനാർത്ഥി കുഞ്ഞാപ്പൂവിൻ്റെ ഭാര്യ കുഞ്ഞിപ്പാത്തുമ്മക്ക് വോട്ട് ചെയ്യുക. കുഞ്ഞിപ്പാത്തുമ്മ എവിടെ? ഇല്ല, കാണാനല്ല, ബാനറിൽ കാണാനല്ല. അപ്പോൾ കുഞ്ഞിപ്പാത്തുമ്മ അദൃശ്യയാണ്. ഇനി കുഞ്ഞിപ്പാത്തുമ്മ പഞ്ചായത്തൊക്കെ തിരഞ്ഞെടുത്ത് ജയിച്ചാൽ ആരാ ഭരിക്കുക? കുഞ്ഞാപ്പൂ ഭരിക്കും. കുഞ്ഞിപ്പാത്തുമ്മ അവിടെ പോയി ഒപ്പിടും, ഒപ്പും ചിലപ്പോൾ മറ്റൊന്നും തന്നെ ആവുക. ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൽ സംവരണം. പക്ഷെ എന്തായാലും ഇപ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ പാണക്കാട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പാണക്കാട്ടിൽ നിന്ന് ഈടെ വന്നിട്ടുള്ള 2-3 വർത്താനങ്ങൾ നമ്മളെ കഞ്ഞിയിൽ പൂയി വാരിയിടുന്ന ജാതി വർത്താനങ്ങളാണ്. ആദ്യം പറഞ്ഞു പള്ളി, എല്ലാ പള്ളിയിൽ നിന്നൊന്നും ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, നീ തങ്ങൾ പാപ്പ ഒരു 4 മാസം മുമ്പ് പറഞ്ഞതാണ്. നമ്മൾ 40 കൊല്ലം മുമ്പ് പറയണതാണ്. ചേകനൂർ മൗലവി 10-30 കൊല്ലം മുമ്പ് പറഞ്ഞാണ്. ഇപ്പോൾ തങ്ങൾ പാപ്പാക്കും തോന്നി ഇത്രക്ക് കുറുക്കന്മാർ ഒരിടണമാര് വേണ്ട, ഓരോന്നൊക്കെ മതി എന്ന് മൂപ്പര് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സാധനം വരുന്നത്. സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരണം എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ മറ്റേ മൊയ്ലിയാർ പറയാണ് ഇത് ഇസ്ലാമിനെ തകർക്കാനുള്ള ഏർപ്പാടാണ്. അത് പറഞ്ഞത് വളരെ സത്യമാണ്. ഇസ്ലാമിനെ തകർക്കാനാണ് എന്ന് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞത് 100% സത്യമാണ്. കാരണം ഇസ്ലാം തകരും. ഒരുപാട് മേഖലയിൽ ഇസ്ലാം തകർന്നിട്ടുണ്ട്. കാരണം സ്ത്രീയും പുരുഷനും തമ്മിൽ കാണാൻ പാടില്ല, തമ്മിൽ സംസാര ശബ്ദം കേൾക്കാൻ പാടില്ല എന്നാണ് മതം പറയുന്നത്. അതൊക്കെ ഇനി നടക്കുമോ? അതൊക്കെ പൊളിഞ്ഞു. അതുകൊണ്ട് ഇങ്ങേര് പറയാണ് ഇസ്ലാമിനെ തകർക്കാനാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിലെ അടിമത്വം നിരോധിച്ചപ്പോൾ അന്നത്തെ മൊയ്ലിയന്മാരൊക്കെ പറഞ്ഞതും അത് തന്നെയാണ്, ഇത് ഇസ്ലാമിനെ തകർക്കാനാണ്. എന്താ കാരണം? ഇസ്ലാമിൽ അടിമത്വമുണ്ട്, ഇസ്ലാം ശരീഅത്തിൽ അടിമത്വമുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം.
ഇന്നലെ ഉണ്ടായിരുന്നു. അതിൻ്റെ തെളിവിൻ്റെ അടുത്തുണ്ട്. ഇതാ തെളിവ്. 1926 ലക്നൌവിലെ ജില്ലാ കളക്ടറായിരുന്ന അമീർ അഹമ്മദ് അലവി ഹജ്ജിന് പോയപ്പോൾ എഴുതിയ യാത്രാ വിവരണ ഡയറിക്കുറിപ്പ് DC ബുക്സ് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് മലയാളത്തിൽ. അതിൻ്റെ പരിഭാഷ ആ പുസ്തകത്തിൽ ഞാനിങ്ങനെ വെറുതെ ഒരു കൗതുകത്തിന് വായിച്ചപ്പോൾ ഒരു പേജ് കണ്ടു. ആ പേജിൽ ഇതാ പറയുന്നു. എന്താ പറയണത്? ഇന്ന് ഞാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ നസീറുദ്ദീൻ യൂസുഫ് സാഹിബ് ഒരുമിച്ച് അടിമച്ചന്തയിലെ വിൽക്കലും വാങ്ങലും കാണാൻ പോയി. 5 കറുത്ത നീഗ്രോ സ്ത്രീകളെ ഒരു വീട്ടിൽ കസേരയിൽ ഇരുത്തിയിരിക്കുന്നു. അടിമപ്പെണ്ണ് ഒന്നിന് 65 ഗിനിയാണ്. അതിനല്പം കറുപ്പ് കുറവുള്ളവർക്ക് 100 പൗണ്ട് പറഞ്ഞിരിക്കുന്നു. സ്വതന്ത്രരായ 2 കുട്ടികൾ അവളോടൊപ്പമുണ്ട്. റമദാൻ ആയതിനാൽ കച്ചവടം അത്ര ചൊടിയിലല്ല, അവയവങ്ങളും പ്രദർശിപ്പിച്ചിട്ടില്ല. റമദാൻ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ കാണാൻ പോകുന്നുണ്ട് എന്നാണ്. ഇതെവിടെയാണെന്നറിയോ നിങ്ങള്? എവിടെയെങ്കിലും നടക്കുന്ന കാർണിവൽ ചന്തയിലല്ല, ഹജ്ജിനോടനുബന്ധിച്ച് ഹറമില്, അള്ളാഹിന്റെ മുറ്റത്ത് ഹറമിൽ നടക്കുന്ന വാണിജ്യ ചന്തയില്, കഅബത്തിന്റെ മുറ്റത്ത് മറ്റെല്ലാ ചന്തകളും കച്ചവടം നടക്കുന്നതിന്റെ കൂട്ടത്തിൽ അടിമ കച്ചവടം ഉണ്ടായിരുന്നു. ആ ചന്ത കാണാൻ ഞാൻ പോയി. റമദാൻ മാസം ആയതുകൊണ്ട് കുപ്പായിട്ട് കണ്ടാണ് ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ റമദാൻ കഴിഞ്ഞിട്ടും പോകാൻ തീരുമാനിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഇങ്ങനെ ആയിരുന്നു ആ കാലത്ത് ചന്തയില് അടിമകളെ പ്രദർശിപ്പിച്ചിരുന്നു. അടിമ സ്ത്രീകളെ വിൽപ്പനക്ക് വെച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. ഫത്തുഹുൽ മുഈനുകൾ വായിച്ചു നോക്കി. നമ്മളെ ദർസിലൊക്കെ പഠിപ്പിക്കുന്ന ഫത്തുഹുൽ മുഈനിൽ എങ്ങനെയാണ് ഒരു അടിമപ്പെണ്ണിന് വില നിശ്ചയിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുപ്പായം കഴിച്ചിട്ട് നോക്കി 2 മോലെ ഒരുപോലെ ആളാണെങ്കിൽ നിങ്ങൾ അധികം പൈസ കൊടുക്കാമെന്നാണ്. അതല്ല 2 മോലെ ഒരേ വലിപ്പം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ കൊടുത്താൽ മതി, വില കുറയുന്നവൻ. ഫത്തുഹുൽ മുഈനിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നതാ. പിന്നെ അതിൻ്റെയും താഴത്തുകളിലും പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ബൈക്ക് കൂടെ പറയണില്ല. അത് ആ വ്യവസ്ഥകൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു അടിമപ്പെണ്ണിനെ വില നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ സിഫത്തുകൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുകയാണ്. നമ്മളെ പള്ളി മദ്രസയിൽ ഇപ്പോഴും പഠിപ്പിക്കുന്ന നമ്മൾ ഉസ്താദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഖ് ഗ്രന്ഥത്തിലാണ് പറയുന്നത്. ഞാൻ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ കച്ചവടം ചെയ്തിരുന്നു. 1926 കച്ചവടം കണ്ടതിൻ്റെ തെളിവാണ് ആ പറയുന്നത്. എന്നാ സൗദി അറേബ്യ അടിമത്വം നിരോധിച്ചത്? വളരെ അടുത്ത കാലത്താണ്. നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷമാണ്. അത്രയും കാലം ഇത് ഇസ്ലാമിനെ തകർക്കുമെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു നിന്നു. പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ലോക സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് അടിമത്വം പോലും നിരോധിച്ചത്. ഇതാണ് മതത്തിൻ്റെ അവസ്ഥ. സ്ത്രീ വിരുദ്ധ പൊതുബോധമാണ് ഇന്നും നമ്മുടെ സമൂഹം വെച്ച് പുലർത്തുന്നത്. ഇതൊക്കെ മാറണമെങ്കിൽ വെറുതെ മാറൊന്നുമില്ല. നമുക്ക് ബുൾസായും ഓംലേറ്റൊക്കെ അടിക്കണമെങ്കിൽ നമ്മൾ മുട്ട പൊട്ടിച്ചേ മതിയാവും. ഈ മുട്ട പൊട്ടിക്കലിൻ്റെ പ്രക്രിയയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുട്ട പൊട്ടിക്കുന്നത് തോക്കും കത്തിയും വാളും കല്ലും എടുത്തിട്ടല്ല, മറിച്ച് നമ്മുടെ കയ്യിലുള്ള ആയുധം യുക്തിയാണ്. ഈ യുക്തി ചിന്തയാകുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ വിദ്യാഭ്യാസം ചെയ്യിച്ചുകൊണ്ട് അവരുടെ ചിന്തയിലേക്ക് തീപ്പൊരികൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് മനുഷ്യൻ്റെ ചിന്തയിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള പ്രാകൃത ഗോത്രീയ ബോധങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കൂ. ഇവിടെ കുടുംബം, ഞാൻ അതിൻ്റെ കൂടുതൽ വശങ്ങളിലേക്ക് പോകുന്ന, കുടുംബം വളരെ യുക്തിഭദ്രമായ, വളരെ നീതിയുക്തമായ, വളരെ സുരക്ഷിതമായ ഒരു സംവിധാനമാണ് എന്നാണ് എല്ലാ സദാചാരവാദികളും പറയുന്നത്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇതിപ്പോൾ അടുത്ത ദിവസം വന്നിട്ടുള്ളൊരു പത്രവാർത്തയാണ്. അതിനുശേഷം 4 ദിവസം മുമ്പ് ആ തിരുവനന്തപുരത്തെ പരിപാടി നടന്ന അന്ന് ഒരു വാർത്ത ഞാൻ അവിടെ പറയുണ്ടായി. ഒരാൾ ദുബായിൽ നിന്ന് വിമാനം കയറി വന്നിക്കുക. എന്തിനാ വന്നത്? എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ അയാളുടെ ഭാര്യ ജോലി ചെയ്യുന്ന സർക്കാർ ഓഫീസിൽ ട്രഷറിയിലേക്ക് പോയി ഭാര്യനെ കൊല്ലാൻ വേണ്ടി വെട്ടി. മരിച്ചിട്ടില്ല. വീട്ടിക്ക് പോലും പോകാതെ നേരെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ലീവ് എടുത്ത് ഇറങ്ങിയിട്ട് ഭാര്യനെ വെട്ടിക്കൊല്ലാനാണ് അയാൾ അവിടെ നിന്ന് വന്നിരിക്കുന്നത്. എന്താണ്? ഭാര്യ 5-6 മാസമായിട്ട് പിണങ്ങി കുട്ടീനെയും കൊണ്ട് വേറെ സ്ഥലത്ത് പോയി താമസിക്കണം. നമ്മുടെ കുടുംബ സംവിധാനത്തിൽ നടക്കുന്നത് ഇതാണ്. ഓരോ ദിവസവും നിങ്ങൾ പത്രത്തിൽ വരുന്ന കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, കുടുംബ ശൈഥില്യങ്ങൾ, സിവിൽ വ്യവഹാരങ്ങൾ, മറ്റു ക്രിമിനൽ കുറ്റങ്ങൾ, മനോരോഗങ്ങൾ, ഭ്രാന്ത്, വിവാഹമോചനം, ഇങ്ങനെ നിരവധി
പ്രശ്നങ്ങളും ക്രിമിനൽ കുറ്റങ്ങളുടെയും വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ഒരു ലിസ്റ്റ് വെച്ച് ഒരു സർവേ നടത്തിയാൽ നമുക്ക് ബോധ്യമാവുന്ന കാര്യം എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണങ്ങൾ അന്വേഷിച്ചാൽ ഒരു 90% കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ കുടുംബം വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സംവിധാനമാണോ? അല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ കുടുംബം തകർക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ കുടുംബ ബന്ധങ്ങളെ പുനരാവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. കുടുംബ ബന്ധങ്ങൾക്കകത്ത് നീതി പുലരണമെങ്കിൽ കുടുംബത്തിനകത്തു നിന്ന് നമ്മൾ ജനാധിപത്യം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അവിടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, അതായത് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും, മക്കളാണായാലും പെണ്ണായാലും ശരി, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ, തുല്യമായ പരിഗണനകൾ, തുല്യമായ ഉത്തരവാദിത്തങ്ങൾ എന്ന രീതിയിലേക്ക് കുടുംബത്തിനകത്ത് ജനാധിപത്യവൽക്കരണം നടന്നാൽ മാത്രമേ സമൂഹത്തിലും അത് നടക്കുള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ പൊതുധാരയ്ക്കൊപ്പം ചത്ത മീനുകളായി ഒഴുകുന്നതിന് പകരം ഒഴുക്കിനെതിരെ നീന്താൻ തയ്യാറാവണം. അങ്ങനെ നീന്തുന്നവർ, ചിന്തിക്കാൻ ധൈര്യപ്പെടുന്നവർ സമൂഹത്തിൽ എന്നും ന്യൂനപക്ഷമേ ഉണ്ടാവൂ. അതുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ വരുന്ന കമൻറ്റ്, ആണ്ടോ ഞങ്ങളെ മതത്തിൽ എത്രങ്ങാനും ആൾക്കാരുണ്ട്, ഞങ്ങളെ മതത്തിലേക്ക് എത്ര ആളാണ് വരുന്നത്, ഞങ്ങളെ മീറ്റിങ്ങിൽ എത്ര ആൾക്കാർ എത്രയാ, നിങ്ങളാകെ എത്ര ആളാണുള്ളതെന്ന് ചോദിക്കും. ഒരു ബേജാറും വേണ്ട. എല്ലാ കാലത്തും സമൂഹത്തിൽ ഒഴുക്കിനെതിരെ നീന്തിയിട്ടുള്ളവർ, ചിന്തിക്കാൻ ധൈര്യപ്പെട്ടിട്ടുള്ളവർ അങ്കുലി പരിമിതരായ ന്യൂനപക്ഷം മാത്രമാണ്. പക്ഷേ സമൂഹത്തിൽ എല്ലാ മാറ്റങ്ങൾക്കും അടിസ്ഥാനമിട്ടിട്ടുള്ളതും സമൂഹത്തിലെ എല്ലാതരം വിപ്ലവങ്ങൾക്കും മാറ്റങ്ങൾക്കും കാരണക്കാരായിട്ടുള്ളതും ഈ ന്യൂനപക്ഷമാണ് എന്ന യാഥാർത്ഥ്യം കൂടി ചരിത്രബോധമുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുട്ടികളുടെ കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മുടെ കുടുംബ സംവിധാനത്തിനകത്തും നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങൾക്കകത്തും ഏറ്റവും കൂടുതൽ ഫാസിസം പ്രയോഗിക്കപ്പെടുന്നതിൻ്റെ ഇരകളായ വിക്ടിംസാണ് നമ്മുടെ കുട്ടികൾ. അതിഭീകരമായി മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളാണ് നമ്മുടെ വീടുകളിലെ നമ്മുടെ കുട്ടികൾ. അശാസ്ത്രീയമായി വളർത്തപ്പെടുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. കുട്ടികളെ ഇത്രയും കുട്ടിവിരുദ്ധമായി വളർത്തുന്ന ഒരു സമൂഹം നമ്മൾ മലയാളികളെ പോലെ ലോകത്ത് വേറെ ഉണ്ടോയെന്നറിയില്ല. ഞാൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് വരാം. ഒരു കുട്ടിയുടെ അവകാശം, ഇന്നൊരു ഓപ്പൺ സൊസൈറ്റി എന്ന് ഞാൻ പറഞ്ഞ പുരോഗമന രാഷ്ട്രങ്ങളിലും ജനാധിപത്യ സമൂഹങ്ങളിലും കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് പുതിയ ഒരുപാട് സങ്കല്പങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ പോലുള്ള സംവിധാനങ്ങൾ കുട്ടികളുടെ അവകാശങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി എല്ലാ രാഷ്ട്രങ്ങൾക്കും നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയും കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ അവകാശം എവിടെ തുടങ്ങുന്നതെന്നറിയോ? അമ്മയുടെ ഗർഭാശയത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന നിമിഷം മുതൽ ഒരു കുട്ടിയുടെ അവകാശങ്ങൾ തുടങ്ങുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് ഗർഭിണിയായ അമ്മ പുകവലിക്കുന്നത്, പുകവലി വ്യാപകമാണ് എന്ന് പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്. കാരണം ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് അമ്മയുടെ ഈ നിക്കോട്ടിൻ വലി എന്നതുകൊണ്ട് കുട്ടിയുടെ അവകാശങ്ങൾക്കെതിരായ നിയമങ്ങളിൽ അമ്മയുടെ പുകവലി മുതൽ നിരോധിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഗർഭിണിയായ ഒരമ്മ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കുട്ടിയുടെ അവകാശത്തിൻ്റെ ലംഘനമാണ്, ശിക്ഷാർഹമാണ് എന്ന നിയമം ഈ പരിഷ്കൃത രാജ്യങ്ങളിലുണ്ട്. കാരണം ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകാഹാര ഘടകങ്ങൾ അമ്മ ഭക്ഷിച്ചാൽ മാത്രമേ ഗർഭാവസ്ഥയിൽ കുട്ടിക്ക് ലഭിക്കൂ. അത് ലഭിക്കാതെ കുട്ടി പുറത്തേക്ക് പ്രസവിച്ചു വന്നാൽ ആ കുട്ടി പലതരത്തിലുള്ള വൈകല്യങ്ങളും വളർച്ചക്കുറവും ഉണ്ടാവും. അത് ആ കുട്ടിയോട് ചെയ്യുന്ന ക്രൂരതയാണ്, കുട്ടിയുടെ ജന്മാവകാശങ്ങൾക്കെതിരായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, അമ്മ കൃത്യമായ സമീകൃത പോഷകാഹാരം കഴിക്കാതിരിക്കുന്നത് കുട്ടിയുടെ അവകാശ ലംഘനമാണ് എന്നതാണ് ആധുനിക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. അവിടെ തുടങ്ങുന്നു കുട്ടിയുടെ അവകാശങ്ങൾ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത്. അതിനാണ് മലാല ഒച്ച വെച്ചത്, അതിനാണ് താലിബാൻ മലാലയെ വെടിവെച്ചത്. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ വിജയൻ ഡോക്ടർ നമ്മൾ പാലക്കാട് സെമിനാറിൽ ഈ വിഷയം ഒരു ക്ലാസ് എടുത്തിരുന്നു. നിങ്ങൾ അതിൻ്റെ യൂട്യൂബിലുണ്ടെങ്കിൽ നോക്കി കാണണം.
നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കാതെ പോകുന്ന ഒരവകാശം. 3 വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ തലച്ചോറിൽ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാകുന്നത്. ഒരു കുട്ടിയുടെ തലച്ചോറ് അതിൻ്റെ കൃത്യമായ ക്രമമായ ഘടനയിൽ വളരണമെങ്കിൽ 3 വയസ്സിനുള്ളിൽ, കുട്ടി ജനിക്കുന്ന നിമിഷം മുതൽ 3 വയസ്സിനുള്ളിൽ ആ കുട്ടിയുടെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കൃത്യമായ അളവിൽ ലഭിക്കണം. നമ്മുടെ മലയാളികളുടെ കുട്ടികൾക്ക് ആ കുട്ടിയുടെ വീട് എത്ര സമ്പന്നമായ വീടായാലും ശരി, എല്ലാ കുട്ടികളും പോവർട്ടി അനുഭവിക്കുന്നു എന്നാണ് വിജയൻ ഡോക്ടർ കണക്കുകൾ വെച്ചുകൊണ്ട് സൂചിപ്പിച്ചത്. കാരണം എന്താണ്? അച്ഛനമ്മമാർക്ക് അറിയില്ല കുട്ടികളെ എങ്ങനെയാണ് ആഹാരം കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ പാരമ്പര്യശീലങ്ങൾ തുടരുകയാണ്. പാരമ്പര്യശീലങ്ങൾ ശാസ്ത്രീയമായി രൂപപ്പെട്ടതല്ല. പാരമ്പര്യശീലങ്ങൾ പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാർ അവരുടെ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിച്ചിട്ടതാണ്. അതിൽ ശരികളുണ്ടാവാം, തെറ്റുകളുണ്ടാവാം, അബദ്ധങ്ങളുണ്ടാവാം. ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലൂടെ ആ അബദ്ധങ്ങൾ തിരുത്തി പുതിയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് കുട്ടികളുടെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ബോധവൽക്കരണം നമ്മൾ തുടങ്ങിയത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നത്, ഡോക്ടർ നടത്തിയത്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിഞ്ചു കുഞ്ഞുങ്ങളെ ശാരീരികമായും മാനസികമായും അതിക്രൂരമായി പീഡിപ്പിക്കുന്നു മതവിശ്വാസത്തിൻ്റെ പേരിൽ. പലതരത്തിലുള്ള പീഡനങ്ങളുണ്ട്. അതിലേറ്റവും ക്രൂരമായ ഒരു ആചാരമാണിത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, സമയക്കുറവ് കാരണം. കുട്ടികളെ തല്ലാത്ത എത്ര രക്ഷിതാക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? യുക്തിവാദികളുടെ കൂട്ടത്തിലുണ്ട്. എനിക്കറിയാം, ഭാര്യേനെ തല്ലുന്ന ഭർത്താക്കന്മാരുണ്ട് ഇവിടെ. കുട്ടികളെ തല്ലുന്ന തന്തമാരില്ല, എല്ലാ തന്തമാരും തല്ലിയിട്ടുണ്ട്. ഇത്രമാണ് എൻ്റെ 2 മക്കളെ വളർത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ ഞങ്ങളെ മക്കളെ തല്ലിയിട്ടില്ല. മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് ഞങ്ങൾ മക്കളോട് ഉച്ചരിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. അതിലേക്ക് ഞാൻ പിന്നെ വിടാം. പക്ഷെ നമ്മൾ കുട്ടികളെ തല്ലുന്നത് നമ്മുടെ അവകാശമാണ്. കുട്ടികളെ തല്ലുന്നത് നമ്മൾ കുട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ നടത്തുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ അതിവിടെ വരാൻ പോകുന്നതുകൊണ്ട് ഞാൻ അതിന് വിടാണ്. ഇന്ത്യയിലെ കുട്ടികളുടെ അവസ്ഥ ഇതൊക്കെയാണ്. അതിലേക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അശാസ്ത്രീയതകളിൽ ഒന്നാണ് നമ്മുടെ മലയാളികളായ അച്ഛനമ്മമാർ കുട്ടികളെ സ്നേഹിച്ച് കൊല്ലുന്നു. എങ്ങനെയാണ് സ്നേഹിച്ച് കൊല്ലുന്നത്? ഒരു കൊലപാതകം ഞാൻ പറയാം, അക്ഷരാർത്ഥത്തിലുള്ള കൊലപാതകം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷം മുമ്പ് മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ വാപ്പ എല്ലാ ദിവസവും റെയിൽ മുറിച്ച് കിടക്കാൻ കൈ പിടിച്ച് മുറിച്ച് കിടത്തിയിട്ടാണ് സ്കൂളിലേക്ക് അയക്കുക. ഒരു ദിവസം വാപ്പ സൈക്കിൾ ആക്സിഡൻ്റ് ആയിട്ട് വാപ്പാക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. കുട്ടി ഒറ്റയ്ക്ക് പോയി. അന്ന് കുട്ടി ട്രെയിൻ ഇടിച്ച് മരിച്ചു. ഇത് 3 വർഷം മുമ്പ് വള്ളിക്കുന്നിൽ നടന്ന സംഭവമാണ്. ഞാൻ പറയുന്നു, ആ വാപ്പ ആ മകളെ സ്നേഹിച്ച് കൊല്ലുകയാണ് ചെയ്തത്. നമ്മളെല്ലാവരും ചെയ്യുന്നു. എനിക്കറിയാം, ഈ മലപ്പുറത്ത് ഒരു ടീച്ചർ, എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ടീച്ചർ ഇരുമ്പുഴിയിൽ നിന്ന് മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി +2 പഠിക്കുന്ന മകൾക്ക്, MSP സ്കൂളിൽ പഠിക്കുന്ന മകൾക്ക് ഉച്ചക്ക് ചോറ് വാരിക്കൊടുക്കാൻ. +2 പഠിക്കുന്ന മകൾക്ക് ചോറ് വാരിക്കൊടുക്കാതെ ഓക്ക് തിന്നാൻ പറ്റൂല. അതിന് സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്കൂളിൽ നിന്ന് ഈ സ്കൂൾക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്ന ടീച്ചറെ എനിക്കറിയാം. +2-നും 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ റോഡ് മുറിച്ച് കിടക്കാൻ അച്ഛൻ ഒരു കൈയും അമ്മ ഒരു കൈയും കൂടെ പിടിച്ചിട്ട് മുറിച്ച് കിടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എന്താ സംഭവം? അതല്ല കുട്ടികളെ അങ്ങനെയല്ല വളർത്തേണ്ടത്. കുട്ടികളെ വളർത്തുന്നത് നമ്മൾ കുട്ടികളെ ഒരു സെൽഫ് സഫിഷ്യൻ്റ് അഡൽട്ടാക്കി മാറ്റാൻ വേണ്ടിയായിരിക്കണം. അതല്ലാതെ ഞാൻ എൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കുട്ടീനെ ഞാൻ കൈ പിടിച്ച് റോഡ് കടത്തും, ഞാൻ ചോറ് വാരിക്കൊടുക്കുമെന്നൊരു അച്ഛനും അമ്മയും തീരുമാനിച്ചു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന്, അമ്മ മരിച്ചതിൻ്റെ പിറ്റേന്ന് കുട്ടി മരിക്കും, ഉറപ്പാണ്. പക്ഷെ അതല്ല, അങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത്. കുട്ടികളെ വളർത്തേണ്ടത്
കുട്ടികൾക്ക് അവരുടെ കൈകൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യാനുള്ള വളർച്ച എത്തുന്ന 1 വയസ്സോ 1.5 വയസ്സോ 2 വയസ്സിലോ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവൃത്തികളും കുട്ടികൾ സ്വയം ചെയ്യാനുള്ള പരിശീലനം നൽകണം. അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ മാത്രമേ അച്ഛനമ്മമാർ കൊടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു പ്രായപൂർത്തിയാകുമ്പോഴേക്ക് ഈ കുട്ടി ഈ പറഞ്ഞ കോലത്തിൽ സെൽഫ് സഫിഷ്യന്റ്, സ്വയം പര്യാപ്തയായ ഒരു അഡൽട്ടായിട്ട് വളരുകയുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞാൽ അമേരിക്കയിലോ അല്ലെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലോ അച്ഛനും അമ്മയും പിന്നെ മക്കളെ തിരിഞ്ഞു നോക്കൂല, കോഴിക്കൾ കൊത്തിയാട്ടണമാതിരി കൊത്തിയാട്ടും. നിയമം പോലും അങ്ങനെയാണ്. അമേരിക്കയിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകൾക്ക് വിദ്യാഭ്യാസത്തിന് പോലും അച്ഛനമ്മമാർ പൈസ കൊടുക്കാൻ പാടില്ല, പൈസ കൊടുക്കില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പഠിക്കുന്നത് ഏതെങ്കിലും വീട്ടുജോലി ചെയ്തിട്ടോ കാറ് കഴിയിട്ടോ വർക്ക്ഷോപ്പിൽ പണിയെടുത്തിട്ടോ രാവിലെ 1 മണിക്കൂർ പണിയെടുത്തിട്ട് കിട്ടുന്ന കാശാണ് സ്കൂളിൽ ഫീസായിട്ട് കൊടുക്കുക. പൈസ കൊടുത്തിട്ട് പഠിച്ചിട്ട് വേണം പിന്നെ ഉയർന്നു പോകാൻ. നമ്മളെ നാട്ടിൽ 18ഉം 20ഉം അല്ല, വാപ്പാൻ്റെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ കാലം മുഴുവനും ആ വല്യാപ്പാൻ്റെ ചെലവിലും ആ വല്യാപ്പാൻ്റെ നിയന്ത്രണത്തിലാണ് ഈ 2-3 തലമുറ ജീവിച്ചു പോവുക. അതാണ് നമ്മുടെ നാട്ടിലെ സംസ്കാരം. നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത്, കുട്ടികളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നാണ്, എൻ്റെ കുട്ടി നല്ല ഒരു സെൽഫ് സഫിഷ്യൻ്റായിട്ട് ഈ സമൂഹത്തിൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് ഒരൊറ്റ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? വയസ്സാം കാലത്ത് എൻ്റെ കാല് ഒഴിഞ്ഞു തരാനും എന്നെ പരിചരിക്കാനും എൻ്റെ മക്കളുണ്ടാവണം എന്ന സ്വാർത്ഥ ചിന്തയോടുകൂടിയാണ് എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നത്. തെറ്റാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വാർദ്ധക്യകാലത്ത് വാർദ്ധക്യം ഒരു പ്രശ്നമാണ്. ആ വാർദ്ധക്യത്തിൻ്റെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ ആ വിഷമതകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട സാമൂഹ്യ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ പൊതുബാധ്യതയാണ്. അതാണ് ഓപ്പൺ സൊസൈറ്റിയിൽ, മക്കളുടെ ബാധ്യതയല്ല. നമ്മളിവിടെ സമൂഹത്തിന് ആ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ല, സമൂഹം ഏറ്റെടുക്കുന്നില്ല. മക്കൾ ഏറ്റെടുത്താൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും അനാഥാലയത്തിലോ വൃദ്ധസദനത്തിലോ പോയി നരകിക്കേണ്ട സ്ഥിതിയാണ്. അതുപോലെ അംഗവൈകല്യമുള്ള ആളുകൾ സമൂഹത്തിൻ്റെ ഭാഗമായി മറ്റംഗങ്ങളെപ്പോലെ തുല്യമായി പരിഗണിക്കപ്പെടുക എന്ന അവസ്ഥ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു സങ്കല്പമാണ്. സ്ത്രീ പുരുഷൻ ഇത് രണ്ടും അല്ലാത്ത ട്രാൻസ്ജെൻഡർ, ഇന്നലെ നമ്മുടെ നിഷാദ് പറഞ്ഞ കേസ്, ഇങ്ങനെയുള്ള ഈ 3 കൂട്ടർക്കും തുല്യമായ അവകാശങ്ങളുണ്ട് എന്നതാണ് പരിഷ്കൃത സമൂഹത്തിൻ്റെ സങ്കല്പം. അതുപോലെ തന്നെ സ്വവർഗാനുരാഗികൾ, അത് അവരെ കുറ്റമൊന്നുമല്ല, പ്രകൃതിയ അങ്ങനെ വന്നു ചേരുന്ന ആളുകളുണ്ട്, ഒരു ന്യൂനപക്ഷം. അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് സന്തോഷമായി ജീവിക്കാനുള്ള അവകാശം നൽകുക, അവരുടെ സ്വകാര്യതകളിൽ അതിക്രമം കാണിക്കാതിരിക്കുക എന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ സദാചാരം. ഗെയ്സ് ആൻഡ് ലെസ്ബിയൻസ്, 2 സ്ത്രീകൾക്ക് അവർ തമ്മിൽ പ്രണയിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതിൽ ഈ സമൂഹം ഇടപെടാൻ പാടില്ല. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് അംഗീകരിച്ചു കൊടുക്കണം. പ്രകൃതി, അതൊക്കെ ഞാൻ വിട്ടുപോവാണ്, പ്രകൃതിയിലേക്ക് ഞാൻ പോരുന്നില്ല. പ്രകൃതി മൗലികവാദികൾ കുറേ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊന്നൊരു മാനസിക രോഗം പോലെ പടർന്നു വരിക്കുന്നൊരു സംഭവമാണ്. പ്രകൃതിയും പരിഷ്കൃത മനുഷ്യനും തമ്മിൽ ഒരുപാട് മേഖലയിൽ പൊരുത്തക്കേടുകളുണ്ട്. എല്ലാ പരിഷ്കാരങ്ങളും പ്രകൃതി വിരുദ്ധമാണ്. നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം അതാണ്. മനുഷ്യൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധ പ്രവൃത്തി എന്ന് പറയുന്നത് കൃഷിയാണ്. പക്ഷെ പ്രകൃതിവാദികളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പ്രകൃതിയിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ജീവിച്ചു വരിച്ചു പോവേണ്ട ഒരുപാട് സസ്യങ്ങളെ നമ്മൾ അവിടുന്ന് കളകൾ എന്ന് ആരോപിച്ചുകൊണ്ട് പറിച്ചെറിയുകയും നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ആവശ്യമുള്ള ചെടികളെ മാത്രം വളരാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് പ്രകൃതിയുടെ സന്തുലിതത്വത്തെ തകർത്ത പരിഷ്കൃത മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ് കൃഷി. ആ കൃഷിയിൽ നിന്ന് തുടങ്ങി പരിഷ്കാരത്തിൻ്റെ പേരിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പ്രകൃതി വിരുദ്ധമാണ്. എന്നിട്ട് നമ്മൾ പ്രകൃതിയെക്കുറിച്ച് വലിയ മൗലികവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. ചെരുപ്പിടാൻ പാടില്ല പ്രകൃതിവാദി, ഷർട്ട് ഇടാൻ പറ്റില്ല പ്രകൃതിവാദിക്ക് വാഹനങ്ങൾ ഓടിച്ച് പോകാൻ പറ്റില്ല, യാത്ര ചെയ്യാൻ അയാൾ നടന്നു തന്നെ പോകണം, ഓടിപ്പോകണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പ്രകൃതിയും പരിഷ്കാരവും തമ്മിൽ പരമാവധി സന്തുലിതപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയമായി പ്രകൃതി, നമുക്ക് ആവശ്യമുള്ള പ്രകൃതിയെയും
മറ്റു ജീവികൾക്ക് ആവശ്യമുള്ള പ്രകൃതിയെയും പരമാവധി സംരക്ഷിച്ചുകൊണ്ട് പരിഷ്കൃത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വഴികളെക്കുറിച്ച് മാത്രമേ ആധുനിക മനുഷ്യന് ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ സാധ്യമാവണമെങ്കിൽ നമ്മുടെ ചിന്താരീതി പാരമ്പര്യ രീതിയിൽ നിന്ന് നമ്മുടെ ചിന്താരീതി മാറണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ശീലങ്ങളും നമ്മൾ പാരമ്പര്യ ശീലങ്ങളിൽ ശരികൾ തുടരുകയും തെറ്റുകളെ ഒഴിവാക്കുകയും ചെയ്യാനുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ ആരോഗ്യശീലം, നമ്മുടെ ആഹാരശീലം, നമ്മുടെ വസ്ത്രം, നമ്മുടെ പാർപ്പിടം, തൊഴിൽ, യാത്ര, വിനോദങ്ങൾ, എല്ലാ കാര്യങ്ങളെയും ഒരു സയൻറ്റിഫിക് ടെമ്പറോട് കൂടി പുനരാവിഷ്കരിക്കുമ്പോഴാണ് ഒരു പരിഷ്കൃത സമൂഹമായി നമ്മൾ മാറുക. ഞാൻ രാവിലെ പല്ല് തേക്കാറില്ല. എൻ്റെ രക്ഷിതാക്കളും മദ്രസയിലെ ഉസ്താദന്മാരും സ്കൂളിലെ മാഷന്മാരും ഒക്കെ പഠിപ്പിച്ചത് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം പല്ല് തേക്കണമെന്നാണ്. അങ്ങനെ കുറേ കാലം ഞാൻ പല്ല് തേച്ചിരുന്നു. പക്ഷേ സ്വതന്ത്രമായി ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ പല്ല് തേക്കലിൻ്റെ സമയക്രമത്തിൽ ഞാൻ മാറ്റം വരുത്തി. ഞാൻ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നന്നായി പല്ല് തേച്ച് കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റാൽ ലേശം വായിലത്തിട്ട് കുളുകുളാക്കിയിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ നേരത്ത് കുളിക്കുന്നതിൻ്റെ കൂടെയാണ് ഞാൻ പല്ല് തേക്കുക. അങ്ങനെ പല്ല് തേച്ച് പോയാൽ ഉച്ചയാവോളം എൻ്റെ വായ എൻ്റെ സഹപ്രവർത്തകർക്ക് നാറില്ല. നേരെ മറിച്ച് ഞാൻ രാവിലെ എണീറ്റ് നല്ലോണം പല്ല് തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലോണം വെട്ടി വീങ്ങിയിട്ട് ഞാൻ അതേപോലെ സ്കൂളിൽ പോയാൽ ആ ബ്രേക്ക്ഫാസ്റ്റ് ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉച്ചയാകുമ്പോഴേക്ക് DK ആയി മണക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ അച്ഛനമ്മമാർ പഠിപ്പിച്ചതോ ഉസ്താദന്മാർ പഠിപ്പിച്ചതോ ശരി എന്നല്ല, ഏതാണ് ശാസ്ത്രീയം എന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങിയത് മുതൽ ഞാൻ എൻ്റെ ഈ ശീലം മാറ്റി. ഈ ശീലം മാത്രമല്ല, എൻ്റെ ദൈനംദിന ജീവിതത്തിലെ ചെറുതും വലുതുമായ ഒരുപാട് ശീലങ്ങളെ ഞാൻ മാറ്റി. ഞാൻ എണ്ണ തേക്കൽ മാറ്റി. മനുഷ്യന് ആവശ്യമില്ലാത്തൊരു സാധനമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ. പക്ഷേ നമ്മളെ നാട്ടിൽ പറയുക ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഉടുക്കാനും തേക്കാനും എന്നാണ് അല്ലേ? അത്ര മൂന്നാമത്തെ റാങ്കാണ് തേക്കലിന്. ഈ എണ്ണ തേക്കുക എന്നുള്ള എന്തോ വലിയ സംഭവമാണെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. ഈ ഞാൻ എണ്ണ തേച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹപാഠികളൊക്കെ എണ്ണ തേച്ചിരുന്നു. അവർക്ക് ഒറ്റൊന്നിനും ഇപ്പോൾ തലയിൽ മുടിയില്ല. എൻ്റെ മുടിക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ ആഹാര രീതി ഇന്ന് ശാസ്ത്രീയമായി ആഹാരത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ള കാലമാണ്. ഒരു മനുഷ്യനെ അയാളുടെ ജീവിത സാഹചര്യങ്ങളും പ്രായവും അനുസരിച്ച് ഏതെല്ലാം തരം ഭക്ഷണ സാധനങ്ങൾ എത്ര അളവിൽ ഓരോ ദിവസവും കഴിക്കണമെന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ, സയൻറ്റിഫിക് ആയിട്ടുള്ള വിവരങ്ങൾ ഇന്ന് ന്യൂട്രീഷ്യനിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മളതൊന്നും ചെയ്യില്ല. നമ്മൾ പാരമ്പര്യശീലം തുടരുകയാണ്. നമ്മൾ കുറേ ചോറ് വാരി തിന്നും. ചോറ് തിന്നുമ്പോൾ ആ ചോറിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ട് കൂട്ടാൻ കുറേ അച്ചാറും പപ്പടവും അതുപോലുള്ള സാധനങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ആഹാര രീതി. ഇത് അശാസ്ത്രീയമായ ആഹാര രീതിയാണ്. അതുകൊണ്ടാണ് ഇന്ന് മലയാളികളെല്ലാം പ്രമേഹം, കൊളസ്ട്രോൾ, അത് ഇതെന്നും പറഞ്ഞ് കുടവയറും കൊണ്ട് നടക്കുന്നത്. ശാസ്ത്രീയമായ ആഹാര രീതി നമ്മൾ ശീലിക്കണം. എന്താ നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? നമ്മുടെ വസ്ത്രം ഏറ്റവും അശാസ്ത്രീയമായ വസ്ത്രങ്ങളാണ്. മനുഷ്യരെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ കാലാവസ്ഥ, ജോലി, യാത്ര, ശരീരഘടന തുടങ്ങിയവയ്ക്ക് അനുസൃതമായി നമുക്ക് ഏറ്റവും സൗകര്യം തോന്നുന്ന വസ്ത്രവും നമുക്ക് ഏറ്റവും ആത്മവിശ്വാസം തോന്നുന്ന വസ്ത്രവുമാണ് നമ്മൾ ധരിക്കേണ്ടത്. മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് വസ്ത്രത്തിൻ്റെ ഒരു പ്രധാന ഇതാണ്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളെ വനിതാ പോലീസുകാർക്ക് പണ്ട് സാരിയായിരുന്നു. വനിതാ പോലീസുകാർ സാരി കൊടുത്തിട്ട് ലാത്തി ചാർജിന് പോയാൽ എന്താ സ്ഥിതി? ഈ വനിതാ പോലീസുകാർക്ക് ഈ മറ്റാളെ ലാത്തിയോണ്ട് അടിക്കണ വിചാരാവോ? എൻ്റെ സാരി നോക്കണ വിചാരാവോ? ഓരോരുത്തരും ഒരു സാരി കൊടുത്ത പെണ്ണിന് ഫലത്തിൽ ഒരു കയ്യേ ഉള്ളൂ. ഒരു കയ്യ് പോയി. ആ ഒരു കൈ ഏത് നേരവും ഈ സാരിമേൽ വേണം. മുണ്ട് കൊടുത്താൽ നമ്മളെ കഥയെ തന്നെയാണ്. എപ്പോഴും ഒരു കയ്യ് ഈ മുണ്ടിനെ താങ്ങാൻ വേണം. നേരെ മറിച്ച് നമ്മൾ വളരെ കൃത്യമായി നമ്മളൊരു ജീൻസും ടീഷർട്ടും ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് കൈയുണ്ട്. ഒരു കൈ ഫ്രീ ആയി കിട്ടും. നമ്മുടെ വീടുണ്ടാക്കുന്ന കാര്യത്തിൽ ഒരുപാട് അശാസ്ത്രീയതകൾ നമ്മളുണ്ട്. ഞാനതൊക്കെ വിടുകയാണ്. അതുപോലെ പറയാൻ ഉദ്ദേശിച്ച കുറേ കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തു പോവാണ്. കാരണം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഓപ്പൺ ഫോറം ബാക്കി നിൽക്കുന്നുണ്ട്. ചോദ്യോത്തരങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ സ്ലൈഡുകൾ ഇങ്ങനെ ഒന്ന് മിന്നിച്ചിട്ട് പോവാം. ഞാൻ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം പറയാൻ ഉദ്ദേശിച്ചിരുന്നു. അത് വിടുന്നു. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ വിടുന്നു. പിന്നെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഞാൻ അവസാനം പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റ
ഒറ്റമൂല സിദ്ധാന്തവും ഒറ്റമൂലി സിദ്ധാന്തവുമാണ് ഇന്ന് പലരും അവതരിപ്പിക്കുന്നത്. മതങ്ങളായാലും മതേതര പ്രത്യയശാസ്ത്ര മൗലികവാദികളായാലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാവരും പറയുന്നത് വെച്ചാൽ മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഒറ്റമൂലിയാണ് എന്നാണ് പറയുന്നത്. എന്താണ്? വ്യവസ്ഥിതി മാറണം എന്ന് ഒരു കൂട്ടർ പറയുന്നു. ഒരു കൂട്ടർ പറയുന്നു ഞങ്ങളെ മതം വന്നാൽ മതി എന്ന് വേറൊരു കൂട്ടർ പറയും. ഞങ്ങളെ മതം വന്നാൽ എല്ലാ പ്രശ്നവും തീർന്നു. കാരണം ഞങ്ങളെ മതം അല്ലാത്ത മതങ്ങളൊക്കെ ഉള്ളതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ പ്രശ്നവുമായി പരിഹാരവുമായി. എന്നാൽ മറ്റൊരു പറയുന്നത് വ്യവസ്ഥിതി ശരിയല്ല, വ്യവസ്ഥിതി മാറിയാൽ ബാക്കി മനസ്ഥിതിയൊക്കെ മാറിക്കോളും, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ യുക്തിവാദികൾ സാംസ്കാരിക പ്രവർത്തനം നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന കൂട്ടരുണ്ട്. ഈ മാതിരി പരിഹാര മാർഗങ്ങളില്ല. വ്യവസ്ഥിതി മാറിയാൽ മനസ്ഥിതി മാറില്ല. മറിച്ച് മനുഷ്യൻ എല്ലാ പ്രശ്നങ്ങളും, നാം നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം വ്യത്യസ്തമാണ്. പ്രശ്നങ്ങൾക്ക് കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഒരു പ്രശ്നത്തിന് തന്നെ ഒന്നിലധികം കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ പ്രശ്നങ്ങളെയും കാരണങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് പ്രത്യേകം പരിഹരിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട അവസ്ഥ നാളെ ഉണ്ടാക്കുക മാത്രമേ മനുഷ്യർക്ക് സാധ്യമാകൂ. അല്ലാതെ ഒറ്റയടിക്ക് മുട്ട പൊട്ടിച്ച് വിപ്ലവം നടത്തി ഇവിടെ ആകെ മാറ്റിമറിച്ച് എല്ലാ പ്രശ്നവും പരിഹരിക്കുക എന്നുള്ള ഉട്ടോപ്യൻ സിദ്ധാന്തങ്ങൾക്ക് ഇനിയുള്ള കാലം നിലനിൽപ്പില്ല എന്ന് മാത്രമാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. നിഷ്കളങ്കവും സ്വാഭാവികവുമായ നന്മകളെപ്പോലും ഇല്ലാതാക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾ മതരംഗത്ത് നടക്കുന്നു. ഇതാണ് പറഞ്ഞത്. അന്യമതക്കാരുടെ ആഘോഷങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നത് പാപമാണ് എന്ന് പറയുന്നവരുണ്ട്. പിന്നെ മുസ്ലിം സ്ത്രീകൾ അമുസ്ലിം ഡോക്ടർമാരെ കാണാൻ പാടില്ല എന്ന് പറയുന്ന മത പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ കുലംകുത്തി എന്നുള്ള പ്രയോഗം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതെല്ലാം ഗോത്രീയ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഗോത്രീയതയിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് ശാസ്ത്രബോധം അഥവാ സയൻറ്റിഫിക് ടെമ്പറിലൂടെ പ്രശ്നങ്ങളെ വസ്തുതകൾ പരിശോധിച്ച് ശാസ്ത്രീയമായി കാര്യകാരണ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾ വിഭാവനം ചെയ്യുന്ന രാജാവില്ലാത്ത അരാജക ലോകം, രാജാവില്ലാത്ത എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ എന്നല്ല, രാജാവ് പോലും ആവശ്യമില്ലാത്ത, പോലീസ് ആവശ്യമില്ലാത്ത, ജയിലുകൾ ആവശ്യമില്ലാത്ത തുറന്ന സമൂഹം ഉണ്ടാവണമെങ്കിൽ നമ്മൾ തുറന്ന മനസ്സുള്ളവരായി മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൂടിയാണ് ഗർഭിണികളുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് പരാമർശിച്ചു. ഇന്ത്യയിൽ ഉൾപ്പെടെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരേണ്ടതിൻ്റെ നിർബന്ധിതാവസ്ഥയിലേക്കാണ് എൻ്റെ മനസ്സ് പോയത്. ഒരു കുട്ടിയെയും ആപം പോറ്റുന്നു എങ്കിലും ആ കുടുംബത്തിൻ്റെതല്ല ആ കുട്ടി. ന്യൂട്ടൻ്റെ അച്ഛനും അമ്മയും ന്യൂട്ടനായിരിക്കും ഈ വളരുന്നത് എന്ന് കരുതി വളർത്തിയല്ല. അവർ വേണ്ട നിലത്തിൽ അതിന് വളർത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ന്യൂട്ടനെ കിട്ടുമായിരുന്നില്ല. ഷഹബാൻ ഒന്ന് വന്ന് കിട്ടിയാൽ മതിയായിരുന്നു, മാസക്കൂലി ഒന്ന് നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. എന്താ കാര്യം? ഷഹബാനിൽ മാസക്കൂലി നിന്നാൽ റമദാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കാമല്ലോ എന്ന മതവ്യവസ്ഥിതി നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇത് സമൂഹത്തിൻ്റെ സത്താണ്. മക്കളെന്ന് പറയുന്നത് വ്യക്തിയുടേതല്ല, ആ കുടുംബത്തിൻ്റേതല്ല, അത് സമൂഹത്തിൻ്റേതാണെന്ന് അറിയിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം നമ്മളിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ എന്നറിയാനൊരാഗ്രഹം. അങ്ങനെയൊക്കെ ആലോചിക്കണമെങ്കിൽ അതിനുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് സമൂഹം മൊത്തത്തിൽ മാറി വരണം. നമ്മളിപ്പോൾ ഗർഭിണിക്കല്ല, അല്ലാത്തവർക്കും ആഹാരം ഇല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി ഇപ്പോൾ എല്ലാവരും കക്കൂസ് ഉണ്ടാക്കിക്കോളി എന്നാണ് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്രാകൃതമായൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഈ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഇത്രയും നൂതനമായിട്ടുള്ള ഒരു സിദ്ധാന്തമൊക്കെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് പ്രായോഗികം ആവുക വളരെ കുറച്ച് എലൈറ്റായിട്ടുള്ള ആളുകളിൽ മാത്രമേ പ്രായോഗികമാവുള്ളൂ. അതുകൊണ്ടായിരിക്കാം എന്തായാലും ആ മേഖലയിലേക്കൊന്നും നമ്മളെ രാജ്യം എപ്പോഴും ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. നമുക്കതൊക്കെ പറയാം. ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയാലേ നമ്മൾ അടുത്ത തലമുറയ്ക്കെങ്കിലും അത് അവിടെ പോയി പറയാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മളാരും ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ പരിഷ്കൃത രാജ്യങ്ങളിൽ ഇതൊക്കെ നടപ്പിലായിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവരൊക്കെ കുറേ ഓപ്പൺ സൊസൈറ്റിയിലേക്ക് മുന്നോട്ട് നീങ്ങി, നമ്മളിപ്പോഴും ഗോത്രത്തിൽ നിൽക്കുകയാണ്. ഈ യോഗ എത്ര ശാസ്ത്രീയതയാണ്?
യോഗ പരിശീലനമൊക്കെ ഈ CPM ഒക്കെ അതിന്റെ പരിശീലന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടല്ലോ. യോഗ അതാ ഡോക്ടർ വിശ്വനാഥൻ ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ട്. യോഗയെക്കുറിച്ച് മാത്രം നമ്മൾ മഞ്ചേരിയിലും നമ്മൾ കോഴിക്കോടും ഒക്കെ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ CD കിട്ടും, അതിൻ്റെ യൂട്യൂബ് ഉണ്ട്. മണിക്കൂറുകളോളം പറയേണ്ട വിഷയമാണ്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവുമില്ല. അതുകൊണ്ട് ആ CD കാണുകയോ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വിശ്വനാഥൻ ഡോക്ടറുടെ ക്ലാസ് കേൾക്കുകയോ ചെയ്യുക. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഹലോ, ഈ കൊച്ചു കുട്ടികൾക്ക് പിന്നെ ആവശ്യമായ 5 പ്രധാനപ്പെട്ട ഭക്ഷണം ഫുഡ്സ് അതിനെപ്പറ്റി എന്തോ പറഞ്ഞ സ്ലൈഡ് എന്താന്ന് പറഞ്ഞില്ല. അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് 3 വയസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രധാനപ്പെട്ട കൊടുക്കേണ്ട 5 എന്തൊരു ആഹാര പദാർത്ഥങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അത് എന്താന്ന് പറഞ്ഞില്ല. 5 ആഹാരം എന്നല്ല പറഞ്ഞത്. ആ ആഹാരത്തിൻ്റെ 5 ഘടകങ്ങൾ കാറ്റഗറൈസ് ചെയ്തിട്ടല്ലേ പറഞ്ഞത്. ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആഹാരങ്ങൾ കൊടുക്കണം. അതായത് പയറുവർഗ്ഗങ്ങൾ, പിന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, മുട്ട, പാല്, മീൻ, അങ്ങനെയുള്ള നമ്മളെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ അല്ലേ ഡോക്ടർമാർ അതേക്കുറിച്ച് വിജയൻ ഡോക്ടറൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പാലക്കാട് അന്ന് പറഞ്ഞതാണ്. ഞാൻ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ ഞാനൊരു ന്യൂട്രീഷനും അല്ല, ഞാനൊരു ശിശു വിദഗ്ധനും അല്ല. പക്ഷെ പൊതുവിലുള്ള നമ്മുടെ ബോധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്കുള്ളതൊരു റിക്വസ്റ്റാണ്. അതായത് ഒരു സ്വതന്ത്ര ചിന്തകൻ ഒരു കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ നാഥൻ എന്നുള്ള ലെവലിൽ ഉള്ള ഒരാൾ, ഒരു സ്വതന്ത്ര ചിന്തകൻ ആ കുടുംബത്തിലെ ഭാര്യനോട്, ഒരു കുടുംബ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയുകയാണ്, ഭാര്യയോട് മക്കളോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം. നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ ഒബീലസ് ആവുമ്പോൾ അവരെ നമ്മൾ ഭാര്യ എന്നുള്ള കോൺസെപ്റ്റ് അല്ല, ഭാര്യ അവരൊരു സ്വതന്ത്ര വ്യക്തിയാണ്. മെച്ചുവേർഡ് അല്ലാത്ത കുട്ടികളെ അനുസരിപ്പിക്കാൻ അതിനൊരു യുക്തിവാദികളുടെ കീഴിൽ ഒരു ക്ലാസ് എന്തെങ്കിലും നടത്താനുള്ള ഒരു സംവിധാനം. എൻ്റെ ഈ 2 സ്ലൈഡും ഞാൻ അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സ്ലൈഡായിരുന്നു. പക്ഷെ നമ്മൾ സമയം കുറഞ്ഞായതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയത്. ഇത് എൻ്റെ വാപ്പയാണ്. എൻ്റെ വാപ്പയെക്കുറിച്ച് നേരത്തെ വിശ്വനാഥൻ ഡോക്ടർ കൂടെ പരാമർശിച്ചു. വാപ്പ ആകെക്കൂടി ഒരു പ്രാവശ്യം മലമ്പുഴക്ക് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ വാപ്പ ഒരു മാഷായിരുന്നു പറഞ്ഞു. ഞാൻ എൻ്റെ വാപ്പയെക്കുറിച്ച് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എൻ്റെ മുമ്പുള്ള തലമുറ, അതായത് എൻ്റെ വാപ്പാൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളുടെ ഒരു പൊതുബോധം എന്തായിരുന്നു വെച്ചാൽ, മക്കളുമായിട്ട് ഒരിക്കലും ഒരു ഇൻറ്റിമസി കാണിക്കാൻ പാടില്ല. എൻ്റെ വാപ്പ എന്നോട് ഒരു വാത്സല്യത്തോടെയോ സ്നേഹത്തോടെയോ ഒരിക്കൽ പോലും പെരുമാറിയിട്ടില്ല. ഒരു തുറന്ന സംസാരം പോലും ഞാനും വാപ്പയും തമ്മിലുണ്ടായിട്ടില്ല. എന്നോട് വാപ്പാക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ കുറേ കാലം ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അതല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനൊന്ന് നാട് വിട്ടുപോയി. ഞാൻ മദ്രാസക്ക് ട്രെയിൻ കയറി. വാപ്പ എന്നെ അടിച്ചു വീട്ടിൽ നിന്ന്. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയും ഞാനായിട്ടുള്ള എന്തോ ഒരു കസപിശയുടെ പേരിൽ വാപ്പ വടിയെടുത്തിട്ട് എന്നെ അതിക്രൂരമായി അടിച്ചു. ആ അടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ കുളിക്കുക പോലും ചെയ്യാതെ വാപ്പാൻ്റെ പോക്കറ്റിൽ നിന്ന് വണ്ടിക്കൂലിക്കുള്ള പൈസ എടുത്തിട്ട് ഞാൻ നേരെ തിരൂർ പോയി. തിരൂരിൽ നിന്ന് മദ്രാസക്ക് ടിക്കറ്റ് എടുത്തിട്ട് വണ്ടി കയറി. പക്ഷേ ഞാൻ മദ്രാസിൽ എത്തിയില്ല. ഞാൻ ഒലവക്കോട് വരെ എത്തിയുള്ളൂ. ഒലവക്കോട് എത്തിയപ്പോൾ അവിടുന്ന് എന്നെ റെയിൽവേ പോലീസ് പിടിച്ചു. കാരണം എൻ്റെ ചേലും കോലും പോക്കുമൊക്കെ കണ്ടപ്പോൾ ഈ വണ്ടിയിൽ യാത്രക്കാരായിട്ടുണ്ടായിരുന്ന ആളുകൾ സംശയം തോന്നുകയും അവരിൽ ചിലർ എന്നെ ചോദ്യം ചെയ്യുകയും ഞാൻ പരസ്പര വിരുദ്ധമായ കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്തതോടുകൂടി എൻ്റെ ഓഫീസ് പൂട്ടി അവർ പോലീസിൽ വിവരം അറിയിച്ചു. റെയിൽവേ പോലീസ് എന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് ലോക്കപ്പിലിട്ടു. 9ാം ക്ലാസ് പഠിക്കും. 2 ദിവസം ഞാൻ വീട്ടിലെ അഡ്രസ്സ് കൊടുത്തില്ല. പക്ഷെ 2ാമത്തെ ദിവസം ആയപ്പോഴേക്ക് അവിടുത്തെ കൊതുക് കടിയും അവിടുത്തെ മറ്റു പീഡനങ്ങളും ഇലക്കപാടെ സഹിച്ചപ്പോൾ എനിക്ക് ഇനി അഡ്രസ്സ് കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ നല്ലതെന്ന് തോന്നി. ഞാൻ വീട്ടിലെ അഡ്രസ്സ് കൊടുത്തു. അഡ്രസ്സ് കൊടുത്തപ്പോൾ അവർ എൻ്റെ വാപ്പാക്ക് ടെലിഗ്രാം ചെയ്തു. ടെലിഗ്രാം കിട്ടിയ ഉടനെ എൻ്റെ വാപ്പയും പിന്നെ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ അളിയനും കൂടെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു. വന്നപ്പോൾ ഇവരെ 3 പേരുടെയും മുഖത്തുണ്ടായിരുന്ന വികാരങ്ങൾ എൻ്റെ വാപ്പയുടെ കണ്ണിൽ നിന്നും ഉതിർന്ന് വീണിരുന്ന കണ്ണുനീർത്തുള്ളി, എൻ്റെ വാപ്പയുടെ കണ്ണിൽ കണ്ണുനീർത്തുള്ളി ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അന്ന് കണ്ടത്. ആ കണ്ണുനീർത്തുള്ളിയിൽ നിന്നും എൻ്റെ വാപ്പാക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ ഉള്ള സ്നേഹം പ്രകടിപ്പിക്കാതെ ഒളിപ്പിച്ചു വെക്കണമെന്നത് അന്നത്തെ ഒരു ബോധമായിരുന്നു.
കുട്ടികളുമായിട്ട് മക്കളുമായിട്ട് അച്ഛനമ്മമാർക്ക് ഒരു സൗഹൃദം പാടില്ല, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കൾ വഴിപിഴച്ചു പോകും എന്ന അബദ്ധധാരണയായിരുന്നു ഈ തലമുറക്കുണ്ടായിരുന്നത്. പക്ഷേ ഇത് എൻ്റെ മകനാണ് ഈ കിടക്കുന്നത്. അവൻ്റെ കാലുമ്പലി കളിക്കുന്നത് എൻ്റെ മകൻ്റെ കുട്ടിയും എൻ്റെ മകളുടെ കുട്ടിയും എൻ്റെ മകൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ കുട്ടിയുമാണ്. എൻ്റെ മകനും ഞാനും തമ്മിലുണ്ടായിരുന്ന ബന്ധം, അല്ലെ എൻ്റെ മകനും മകളും ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുണ്ടായിരുന്ന ബന്ധം, എൻ്റെ വാപ്പയും ഞാനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ഞങ്ങളുടെ മക്കളുമായിട്ട് ചെറുപ്രായം മുതൽ അവർക്ക് 30-35 വയസ്സായി, ഇപ്പോഴും എൻ്റെ ഏറ്റവും ഇൻറ്റിമസിയുള്ള 2 സുഹൃത്തുക്കൾ, ആത്മബന്ധമുള്ള 2 സുഹൃത്തുക്കൾ എൻ്റെ മക്കളാണ്. എന്ത് കാര്യവും തുറന്നു പറയുന്നത് ഞാനും എൻ്റെ മക്കളുമായിട്ടാണ്. എൻ്റെ വാപ്പ എന്തായിരുന്നോ അതിൻ്റെ നേരെ വിപരീതമാണ് ഞാൻ പല സംശയങ്ങളും, എൻ്റെ അറിവ് വികസിപ്പിക്കുന്നത്, എൻ്റെ പല സംശയങ്ങളും ചോദിക്കുന്നത് എൻ്റെ മക്കളോടാണ്. കാരണം എന്നെക്കാൾ പുതിയ തലമുറയായതുകൊണ്ട് എൻ്റെ മക്കൾക്ക് പ്രത്യേകിച്ച് സാങ്കേതികമായിട്ടുള്ള അറിവ് അവർക്കുള്ളത്. എനിക്ക് ലാപ്ടോപ്പ് എങ്ങനെ വർക്ക് ചെയ്യണം, കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യണം, ബ്ലോഗ് എങ്ങനെ തുടങ്ങണം, ഫേസ്ബുക്കിൽ എങ്ങനെ കയറണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നത് എൻ്റെ മകനാണ്. എന്നാൽ പണ്ട് അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മക്കളും അച്ഛനമ്മമാരും തമ്മിലുള്ള ആ സൗഹൃദ ബന്ധം മക്കളെ വഴിപിഴപ്പിക്കും എന്ന ധാരണ അബദ്ധമാണ് എന്നതിൻ്റെ പരീക്ഷണമാണ് എൻ്റെ ജീവിതം. ആ പരീക്ഷണത്തിൽ 100% ഞാൻ വിജയിച്ചിട്ടുണ്ട്. മക്കളുമായിട്ട് അച്ഛനമ്മമാർ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ എല്ലാം പങ്കുവെച്ചുകൊണ്ട് ജനാധിപത്യപരമായ ഒരു കുടുംബ സംവിധാനത്തിൽ ജീവിച്ചാൽ നമ്മുടെ മക്കൾ ഒരിക്കലും ഒരു തരത്തിലും വഴിതെറ്റിപ്പോവില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ വഴിതെറ്റിപ്പോകുന്ന ക്രിമിനലുകളായി പോകുന്ന മക്കളുടെ എല്ലാം കുടുംബചരിത്രം പരിശോധിച്ചാൽ, ഞാനത് പരിശോധിച്ചിട്ടുണ്ട് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക്. ഒരുപാട് കുട്ടികളെക്കുറിച്ച് പഠിച്ചിരുന്നു. വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലെ ശൈഥില്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ നിരവധി ആളുകളെ ക്രിമിനൽ കുറ്റവാളികളായി മാറ്റുന്നത് എന്ന് കണ്ടു. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞുള്ളൂ, മക്കളും എന്തായിരുന്നു ചോദ്യം തന്നെയല്ലേ, മക്കളും നമ്മളും തമ്മിലുള്ള ജനാധിപത്യ ബന്ധം എന്ന് പറയുന്നത് ശരി, അത് വളരെ വിപുലമായൊരു വിഷയമാണ്. അത് ശിശു മനഃശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ വിഷയം തന്നെ പ്രത്യേകം ക്ലാസ് എടുക്കാം എന്ന് മാത്രമേ ഈ വൈകിയ വേളയിൽ അതേക്കുറിച്ച് പറയുള്ളൂ. എനിക്ക് ഒരുപാട് ധാരണകളുണ്ട്, അനുഭവങ്ങളുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത സെമിനാറിലൊരു വിഷയമായിട്ട് നമുക്ക് അവതരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യെസ്.